എല്ലാ മുഅ്മിനീങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളെ ചരിത്ര പ്രഭാഷണം തുടരുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇന്നലെ നമ്മൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ 10 പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകുമെന്നാണ്, മറന്നിട്ടുണ്ടാകൂല എന്ന് ഉസ്താദ് കരുതാണ്, മറക്കരുത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സുന്ദരമായ 10 പേരുകൾ അൽഹംദുലില്ലാഹ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അത് ചർച്ച ചെയ്തു. അതൊക്കെ പഠിക്കണം, ജീവിതത്തിൽ അതിനനുസരിച്ച് മഹത്തുക്കളുടെ മഹതിമാരുടെ ചരിത്രങ്ങൾ പഠിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സുന്ദരമായ രംഗമാണ് ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ മോളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയം 6 or 7 വയസ്സുള്ള സമയം. നല്ല ശ്രദ്ധയോടെ ചരിത്രം കേട്ടിരിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് എപ്പോഴാണ്? മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോഴാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞ ആ ഒരു രംഗം നമ്മൾ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സമാധാനമായിരുന്നു മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയിലെങ്ങനെ മടിയിലെങ്ങനെ തല വെച്ച് കിടന്നുറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയില് തല വെച്ചുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവസാനത്തെ ഉറങ്ങുന്ന സമയത്ത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ പോവുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ എങ്ങനെ തലവെച്ച് കിടന്നുറങ്ങി അവസാന ലോകത്തോട് വിട പറയുമ്പോ മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്. കൂടെ ഇരുന്ന് കൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഖദീജ, നീ എന്തിനാ കരയുന്നത്? ഖദീജ, നീ എന്തിനാണ് കരയുന്നത്? ഖദീജ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി പറയുകയാണ്, തങ്ങളെ, ഈ ഖദീജ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നിങ്ങളെ ഒറ്റക്കല്ലേ നബിയേ, പിന്നെ നിങ്ങളെ തനിച്ചല്ലേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞത് മക്കയിലുള്ള ജനങ്ങളെല്ലാം വിവരം അറിയുകയാണ്. ഒരു കാട്ടുതീ പോലെ മക്കയിലാകെ പടർന്ന് പന്തലിക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത മക്കക്കാരെല്ലാം അറിയുകയാണ്. മക്കയിലെ എല്ലാവരും ഖദീജ ബീവിയെ കാണാൻ വേണ്ടി ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വരികയാണ്. ശൈബ് അബീ താലിബിന്റെ 2 മലഞ്ചൊരിവിൽ കിടന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോ ഒരു കാട്ടുതീ പോലെ വാർത്ത മക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും പരക്കുകയാണ്. എല്ലാവരും ഓടി വരികയാണ്. മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മയില്ലാത്ത നബി തങ്ങൾക്ക് വലിയ സമാധാനമായിരുന്നുവല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. എത്ര തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഖദീജ, നീ ഉള്ളത് കൊണ്ട് ഞാൻ വിഷമങ്ങൾ അറിഞ്ഞിട്ടില്ല ഖദീജ, നീ ഉള്ളത് കൊണ്ട് ഞാൻ പ്രയാസങ്ങൾ അറിഞ്ഞിട്ടില്ല ഖദീജ. ഒരു പ്രിയപ്പെട്ട ഭർത്താവ്, ഒരു
ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു പ്രിയപ്പെട്ട പെണ്ണ് മരണപ്പെടുമ്പോ ആ പെണ്ണിന്റെ ഭർത്താവിന്റെ പൊരുത്തത്തോടെയാണ് ആ പെണ്ണ് ലോകത്തോടെ വിട പറയുന്നതെങ്കിൽ പെണ്ണേ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറിവിന്ദിലാപ് കേൾക്കുന്ന പൊന്നുമോളെ, അറിവിന്ദിലാപ് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളെ കൊണ്ട് നല്ലത് പറയണം മോളെ, നല്ലത് പറയണം ഉമ്മമാരെ. നിങ്ങളെ മരണപ്പെട്ട് കഴിഞ്ഞ നിങ്ങളെ കുറിച്ച് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് നല്ലത് പറയണം സഹോദരിമാരെ. ആ ഒരു വാക്ക് മതി ഉമ്മ, ആ ഒരു വാക്ക് മതി പെങ്ങളെ, ആ ഒരു വാക്ക് മതി സഹോദരിമാരെ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തരുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോടെ വിട പറയുന്നതിന് മുമ്പ് മഹാനരായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. എന്തിനാണ് നബിയേ നിങ്ങൾ കരയുന്നത്? എന്തിനാ ഖദീജ ബീവി കരയുന്നത്? എന്തിനാ? കരയല്ലേ എന്ന് പറയൂ നബിയേ, കരയല്ലേ എന്ന് പറയൂ നബിയേ. കാരണം എന്തെന്നറിയോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയ മഹദിയാണ് തങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ച മഹദിയാണ് തങ്ങളെ, അല്ലാഹുവിന്റെ പൊരുത്തം ലഭിച്ച മഹദിയാണ് തങ്ങളെ. അതുകൊണ്ട് റസൂലേ ഒരിക്കലും കരയണ്ട നബിയേ, ഒരിക്കലും കരയണ്ട നബിയേ. വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സലാം പറയുകയാ, ഭാഗ്യവതിയല്ലേ ബീവി ഖദീജ, ഭാഗ്യവതിയല്ലേ, ഭാഗ്യവതിയല്ലേ സഹോദരി ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അങ്ങനെ നമ്മൾ ആവാൻ ശ്രമിക്കണോ? ജിബ്രീലിന്റെ സലാം ലഭിക്കുന്ന, ജിബ്രീലിന്റെ സലാം കൊതിക്കുന്ന പെങ്ങളെ, ജിബ്രീലിന്റെ സലാം അല്ലാഹുവിലേക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവരെ ഭർത്താക്കന്മാർക്ക് ഖിദ്മത്തെടുത്ത് കൊള്ളട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജിബ്രീലിന്റെ സലാം ലഭിച്ച മഹദിയാണ്. അപ്പോൾ ചോദ്യം വരും, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സലാം ലഭിച്ച മഹദി ആരാ? ഉത്തരം എഴുതണം, ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അങ്ങനെ മക്കക്കാരെല്ലാം അറിഞ്ഞു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ വിവരം അറിഞ്ഞ് എല്ലാവരും വന്നു. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സങ്കടമായി. എന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പാണ്, എന്റെ കൂടെ എല്ലാ സമയത്തും കൂടെ നിൽക്കുന്ന കൂടപ്പറപ്പാണ്. അവസാനം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അവിടുത്തെ ജനാസ, അവിടുത്തെ ബറക്കത്തുള്ള പരിശുദ്ധമായ ജനാസ, ആ ജനാസ ഖബറിൽ ഇറക്കി വെക്കുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രിയപ്പെട്ട ഭർത്താവാകുന്ന മുത്തുനബിയുടെ കൈകളെ കൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിൽ ഇറക്കി വെക്കുന്നത്. അല്ലാഹ് കരയാത്ത കണ്ണുകളില്ല, എല്ലാവരും കരഞ്ഞുപോയി, എല്ലാവരും കരഞ്ഞുപോയി. എന്റെ ഖദീജ, എന്റെ കൂടെന്നവളല്ലേ എന്റെ ഖദീജ, എന്റെ കൂടെ പറപ്പല്ലേ എന്റെ ഖദീജ. എന്റെ ഖദീജയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, എന്റെ ഖദീജയോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു, എന്റെ ഖദീജയോട് എനിക്ക് വല്ലാത്ത മഹബത്തായിരുന്നു. അല്ലാഹുവേ, ഖബറിന്റെ സമീപത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണീരോടെ പറയുകയാണ്. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറടക്കിയതിന് ശേഷം ആ ഖബറാണ് പരിശുദ്ധമായ മക്കയിലെ ജന്നത്തുൽ മുഹല്ലയിൽ ചെന്നാൽ കാണുന്നത്. റബ്ബേ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് മക്കയും മദീനയും കാണാനും പോവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ മക്കയിലെ ശത്രുക്കൾക്ക് വല്ലാത്ത ഹരം കൂടി.
അബൂജഹലിന്റെ ടീമിന് ഹരം കൂടി. എന്തിന്? മുത്തുനബി ആക്രമിക്കാനല്ലോ. കാരണം ഖദീജ ബീവി മക്കയിലെ അറിയപ്പെട്ടൊരു മഹദിയാണ്. അപ്പൊ ഖദീജ ബീവിയുടെ ഭർത്താവിനെ ആക്രമിക്കാൻ മക്കക്കാർക്ക് ഒരു പേടിയുണ്ട്, മടിയുണ്ട്. അബൂ ത്വാലിബും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രണ്ടുപേര് വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ടു പോയി. പിന്നെ ശത്രുക്കൾക്ക് അത് വല്ലാത്ത അവസരമായി. ഇനി മുഹമ്മദിനെ നമുക്ക് പിടിക്കണം, ഇനി മുഹമ്മദിനെ വെറുതെ വിടാൻ പറ്റൂല, പിടിക്കണം, ഒരു അവസരമാണ്. ശത്രുക്കൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളയാൻ ഒരുങ്ങി. ഈ വിവരം ആര് പറഞ്ഞു? മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം നബിയേ. അങ്ങനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നല്ലോണം ശ്രദ്ധിക്കണം, ചരിത്രം നല്ലവണ്ണം ശ്രദ്ധിക്കാം. മുത്തുനബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാ. പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞപ്പോ സ്നേഹമുള്ള ഭർത്താക്കന്മാരെ, ഭാര്യയില്ലാതെ തന്റെ പ്രിയപ്പെട്ട എന്റെ ഭാര്യയില്ലാത്ത ജീവിതം, കൂടെ കിടന്ന, കൂടെ നടന്ന, കൂടെയുണ്ടായിരുന്ന ഭാര്യയില്ലാത്ത ജീവിതം നമുക്കൊണ്ട് ആലോചിക്കാൻ കഴിയോ? ഭാര്യയില്ലാത്ത ജീവിതം പറ്റൂല. ഭർത്താക്കന്മാരില്ലാത്ത ജീവിതങ്ങളെ കൊണ്ട് ആലോചിക്കാൻ പറ്റും? യഥാർത്ഥ സ്നേഹമുള്ള ഒരു ഭാര്യക്ക് കേൾക്കാൻ കഴിയില്ല, പറ്റൂലല്ലോ. യഥാർത്ഥ സ്നേഹമുള്ള ഒരു ഭാര്യക്കും ഭർത്താവില്ലാത്ത ജീവിതം ആലോചിക്കാൻ പറ്റില്ല. പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞാണ് ഈ കമന്റിൽ, നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഭർത്താക്കന്മാർക്ക് ഭാര്യമാരില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? പറ്റൂല. ഞാൻ പറയുന്നത് പറ്റൂല. എന്താ? അറിവിന്ദിലാവ് കേൾക്കുന്ന പുരുഷന്മാരൊക്കെ അങ്ങനെ തന്നെയല്ലേ? അല്ലേ? നിങ്ങൾ പറയും, കമന്റിൽ വരി. അങ്ങനെ തന്നെയല്ലേ? ഭർത്താവില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ഭാര്യമാർക്കും ആലോചിക്കാൻ പറ്റൂല, ഭാര്യമാരില്ലാത്തൊരു ജീവിതത്തെ കുറിച്ചിട്ട് ഭർത്താക്കന്മാർക്കും ആലോചിക്കാൻ പറ്റൂല. അതങ്ങനെയാണ്, പരസ്പരം അങ്ങനെയാണ്. ആ ഒരു ലിങ്ക് അങ്ങനെയാണ്. അള്ളാഹു ഈ ബന്ധം അള്ളാഹു സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. അണ്ട, ഒരിക്കലും പറ്റൂല. കമന്റ് എഴുതുന്നൊക്കെ ഭർത്താക്കന്മാരാണ്. സ്ത്രീകളൊന്നും കാണില്ലല്ലോ. എവിടെ പോയി? കമന്റിൽ കാണുന്നതൊക്കെ ഭർത്താക്കന്മാരാ എഴുതുന്നത്. സാധേ ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്നാ പറയണ ഭർത്താക്കന്മാര്. എവിടെ പെണ്ണുങ്ങളൊക്കെ? എവിടെ? ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും പറ്റൂല. നീ അത് പ്രശ്നമാക്കണ്ട, രണ്ടുപേർക്കും പറ്റൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞപ്പോ ജിബ്രീൽ വന്ന് പറഞ്ഞു, നബിയെ ഇനി തങ്ങൾ തൽക്കാലം ഇവിടെ നിൽക്കണ്ട, ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ മക്കയിൽ നിന്ന് പാതിരാ സമയത്ത് മദീനത്തേക്ക് കടന്നു പോവുകയാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയും. അപ്പോ ഖദീജ ബീവി പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, നബി എന്റെ ഫാത്തിമാനെ നിങ്ങൾ നല്ലോണം നോക്കണം. എന്റെ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണം, നല്ലതുപോലെ നോക്കണം. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ നിങ്ങള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൂട്ടിയിട്ട് മദീനയിലേക്ക് പോകണം. അപ്പൊ എന്റെ ഫാത്തിമയെ നബിയെ നിങ്ങൾ കൂടെ കൊണ്ടുപോകരുത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണ്ട. ഫാത്തിമ ബീവിയെ കൊണ്ടുപോകാൻ നിങ്ങൾ ഒരു സ്വഹാബിയെ ഏൽപ്പിച്ചാൽ മതി. ഫാത്തിമ ബീവി, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, രണ്ട് മഹദിമാര്. ഈ രണ്ട് മഹദിമാര് മക്കത്ത് നിന്ന് മദീനത്ത് എത്തണം. ചെറിയ മക്കളല്ലേ ഫാത്തിമ ബീവി മദീനത്തേക്ക് പോകണ രംഗാലോചിച്ച് നിങ്ങള്. ഉമ്മ വിട പറഞ്ഞ് പാപ്പന്ന് മക്കത്തുനിന്ന് മദീനത്ത് പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഉദാഹരണം. ഒരു പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ഉമ്മ മരിച്ച് അന്ന് രാത്രി ബാപ്പ ഗൾഫിലേക്ക് പോവാം. എന്തൊരു സങ്കടം ഉണ്ടാവും, എന്തൊരു വിഷമം ഉണ്ടാവും, ആലോചിക്കാൻ കഴിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലേക്ക് പോകണം. എങ്ങനെ? ഫാത്തിമ ബീവിയെ ഉമ്മു കുൽസുമിനെയും മക്കയിലേക്ക് കൊണ്ടുപോവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ വാഹനം കൊടുത്ത് ഏൽപ്പിച്ചു. ആ സ്വഹാബി ആരെന്നറിയോ? മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? കുറച്ച് ധൈര്യമുള്ള സ്വഹാബിയാ സെയ്ദ് റളിയല്ലാഹു. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയാനുള്ള ചങ്കൂറ്റാണ്. മുത്തുനബിയുടെ വളർത്തു മകനാണ് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സെയ്ദേ എന്റെ ഫാത്തിമാക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ മദീനത്തെത്തണം. എന്റെ ഫാത്തിമാക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ മദീനത്തെത്തണം. അല്ലാഹുവേ, അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഭാര്യയില്ലാത്ത മക്കയോട് സലാം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ടു പോവുകയാണ്. ഇതുവരെ എന്റെ പ്രിയപ്പെട്ട ഖദീജയുണ്ടായിരുന്നുവല്ലോ, എന്റെ ഖദീജയുണ്ടായിരുന്നുവല്ലോ എനിക്ക് കൂട്ടിനെ. ഇനി എന്റെ ഖദീജയില്ലാത്ത മക്ക ശത്രുക്കളെ കല്ലെറിയുമ്പോ നബിയെ കരയല്ലേ കരയല്ല തങ്ങളെ എന്ന് പറഞ്ഞ് കൂടെ നിന്നവളാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി. റബ്ബേ അല്ലാഹ്, ഇനി ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. ഖദീജ ബീവിയോട് ഞങ്ങൾ സലാം പറഞ്ഞതിന് ശേഷം ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ ചെന്നത് എങ്ങോട്ടെന്നറിയോ? കഅബയുടെ പരിസരത്തേക്കാണ്. കഅബാലയത്തിന്റെ പരിസരത്ത് എന്നിട്ട് കഅബയുടെ കില്ല പിടിച്ചിട്ട് പറയുള്ളൂ, അസ്സലാമു അലൈക്കും യാ കഅബ, അസ്സലാമു അലൈക്കും യാ കഅബ. കഅബ, ഞാൻ പോവുകയാണ് കഅബ, ഞാൻ പോവുകയാണ് കഅബ, ഞാൻ പോവുകയാണ് കഅബ. പാതിരാ സമയത്ത് കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് എന്നിട്ട് മുത്തു റസൂലുള്ള പൊട്ടിക്കരയുകയാണ്, ഞാൻ പോകുന്നു കഅബ, മക്ക വിട്ട് ഞാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഓർഡറാണ് കഅബ. നിന്നോട് വിരോധമുള്ളത് കൊണ്ടല്ല, നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിന്നോട് ഒരു വെറുപ്പും എനിക്കില്ല കഅബ. കഅബ വിട്ട് പോകുന്നതിൽ എനിക്ക് സങ്കടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരനെ കല്ലെറിയുകയാണ്. ഇത് അല്ലാഹുവിന്റെ ഓർഡറാണ്, ഇത് അല്ലാഹുവിന്റെ ഓർഡറാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്ക വിട്ട് പടിയിറങ്ങുകയാണ്. ചെറുപ്പക്കാരാ, ഉംറക്ക് പോയവരെ സദസ്സിലുണ്ടല്ലോ, ഹജ്ജിന് പോയവരെ സദസ്സിലുണ്ടല്ലോ, കഅബ കണ്ടവരല്ലേ നിങ്ങള്? കഅബ കാണുമ്പോ കണ്ണുനീര് വന്നിട്ടില്ലേ ചെറുപ്പക്കാരാ? കഅബാലയം കാണിക്കണേ അല്ലാഹ്, കഅബാലയം ദർശിക്കണേ അല്ലാഹ്. നിന്റെ ഭവനത്തിൻ മുന്നിൽ ഇരുന്ന് സുജൂദ് ചെയ്യാൻ തൗഫീഖ് നൽകണേ, കഅബാലയം കാണിക്കണേ അല്ലാഹ്. ആ കഅബ കാണുമ്പോ കണ്ണുനീര് വരുന്നവരല്ലേ നമ്മള്? ആ കഅബ കാണുമ്പോ കണ്ണുനീര് വരുന്നവരല്ലേ നമ്മള്? ആ കഅബ കാണുമ്പോ കണ്ണുനീര് വരുന്നവരല്ലേ നമ്മള്? ആ പരിശുദ്ധമായ കഅബയോട് സലാം പറഞ്ഞ് മടങ്ങി വരുമ്പോ കൽബ് പൊട്ടാറില്ലേ? അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, നിങ്ങൾ ഒരു നിലക്ക് ഭാഗ്യവന്മാരാണ്. നിങ്ങൾക്ക് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം തന്നില്ലേ? കഅബ കാണാനും മദീന പോവാനും അല്ല നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ? പലരും പറയും, ഉസ്താദേ കുറെ കാലം ഞാൻ സൗദിയിൽ ജോലി ചെയ്ത് ഒന്നും എന്നെ കൊണ്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല മോമിനീങ്ങളെ, അങ്ങനെ പറയാൻ പാടില്ല മോമിനീങ്ങളെ. കാരണം സൗദി അറേബ്യയിൽ ജോലി ചെയ്തതിന്റെ കാരണം കൊണ്ട് അല്ലാഹ് ഒരു ഉംറ നിങ്ങളെ ജീവിതത്തിൽ അല്ലാഹു തന്നില്ലേ? അതൊരു സൗഭാഗ്യം, അതൊരു സൗഭാഗ്യമാണ്. അപ്പൊ കഅബയോട് സലാം പറഞ്ഞു പോരുമ്പോ ഒരു വിശ്വാസിയുടെ ഖൽബ് പൊട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് പൊട്ടി, റബ്ബേ കഅബയോട് സലാം പറഞ്ഞു ഞാൻ പോവാൻ, പരിശുദ്ധ മക്കയോട് സലാം പറഞ്ഞു ഞാൻ പോവാൻ. ഖദീജ ബി വഫാത്തായ വിഷമം വേറെ, കഅബയിൽ നിന്ന് പോകുന്ന വിഷമം വേറെ. സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസികൾ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോഴുള്ള സങ്കടം പറഞ്ഞറിയിക്കാൻ കഴിയോ?
നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ, അള്ളാഹു നമ്മുടെ പ്രവാസികൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അവർക്ക് അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹുവേ, ചോര നീരാക്കി കടല് കടന്ന് കണ്ണീരോടെ കടം വാങ്ങി കടന്നുപോയി പ്രവാസ ലോകത്ത് പോയി ജോലി ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ, അവരവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, ആ വീടിന്റെ കുടിൽക്കല് കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞ് ലീവ് ആകുമ്പോഴേക്ക് കഫീൽ തിരിച്ചു വിളിക്കാൻ പ്രവാസികൾക്ക് പോവേണ്ടി വരികയാണ്. എന്തിനു വേണ്ടി? പെങ്ങളെ നിങ്ങളെ നോക്കാൻ വേണ്ടി, നിങ്ങളെ മക്കളെ നോക്കാൻ വേണ്ടി. നിങ്ങളിപ്പോ അറിവിനിലാവ് കേൾക്കുന്ന വീടില്ലേ, ഈ വീട് ആരുണ്ടാക്കി തന്നതാ? പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് നമ്മുടെ പ്രവാസികൾ ഉണ്ടാക്കി തന്നതാണ്, അല്ലേ? നിങ്ങൾ അറിവിനിലാവ് കേൾക്കുന്ന മൊബൈൽ, TV, ലാപ്ടോപ്പ് എല്ലാം ആര് തന്നതാ? പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ടവര്. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന മാപ്പാരുണ്ടാവും, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞു വരുന്നത്, ആ പ്രവാസികൾ നാട് വിട്ടുകൊണ്ട് സ്വന്തം നാടും വീടും സ്വന്തം മഹല്ലും വിട്ടു പോകുമ്പോൾ അള്ളാഹ് വാഹനത്തിൽ കയറിയിട്ട് അവസാനം ഒരു നോട്ടണ്ടവർക്ക്. വാഹനത്തിൽ കയറിയിട്ട് ചിലര് നോക്കുന്നില്ല. കാരണം എന്താ? നോക്കിയാൽ കണ്ണ് നിറയും, നോക്കിയാൽ കണ്ണ് നിറയും. അല്ലാഹുവേ, ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ റഹ്മാനെ. ഓരോ ദിവസവും അവർ കലണ്ടർ ഇങ്ങനെ നോക്കായിരിക്കും, റബ്ബേ ഇനി എത്ര ഉണ്ട്, ഇനി എത്ര ഉണ്ട്, 2 വർഷം കഴിയാ ഇനി എത്ര ഉണ്ട്. ഞങ്ങൾ പണ്ട് ദർസിൽ പഠിക്കണ കാലത്ത് വ്യാഴാഴ്ച ആവുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കലണ്ടറിൽ ഇങ്ങനെ റൗണ്ട് ഇട്ടേക്കും. ഇനി ഇത്ര ദിവസം, നാട്ടിൽ പോകാൻ ഇത്ര ദിവസം, ഉമ്മാനെ കാണാൻ ഇത്ര ദിവസം. നല്ല രസമാണ്. ചെറുപ്പത്തില് പഠിക്കുമ്പോ അങ്ങനെയാണല്ലോ. ഞാൻ ചെറുപ്പത്തിൽ യത്തീംഖാനയിൽ പഠിക്കുന്ന സമയത്ത് അസറിന്റെ സമയത്ത് കളിക്കാൻ വിടും ഉസ്താദ്. ആ യത്തീംഖാനയിലുള്ള ഉസ്താദന്മാരും അവിടുത്തെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അംസാക്കി അടക്കം മരിച്ചുപോലൊക്കെ ഖബറുള്ള സ്വർഗ്ഗാക്കട്ടെ. അങ്ങനെ അസറിന്റെ സമയത്ത് ഞങ്ങളെ കളിക്കാൻ വിടും. ഞങ്ങൾ എന്താ ചെയ്യാ? കളിക്കാതെ യത്തീംഖാനന്റെ ആ സ്കൂളിന്റെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ മതിൽമ പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും, റോട്ടിക്ക് നോക്കിയിരിക്കും. എന്തിന്? ഉമ്മ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ കാണാൻ വേണ്ടി. ഉമ്മ വരുന്നുണ്ടോ, അതല്ലെങ്കിൽ അമ്മമാരെങ്കിലും വരുന്നുണ്ടോ, കാക്ക വരുന്നുണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കയറിയിരിക്കും. അപ്പൊ ദർസിൽ പഠിക്കുന്ന കാലത്ത് അതൊരു ആഗ്രഹമാണ്, അല്ലേ? നമ്മളെ ചെറിയ പ്രായത്തിൽ സ്ഥാപനത്തെ കൊണ്ട് ചേർത്തി എന്റെ ഉമ്മ 3-ാം ക്ലാസ് നിന്ന് കൊണ്ടാക്കി എത്തിങ്ങാനേക്ക്. 3-ാം ക്ലാസ് കയ്യിലോടുകൂടെ എന്റെ പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്, അല്ലാഹുമ്മന്റെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. എന്നെ ഉമ്മ 3-ാം ക്ലാസ് നിന്ന് കൊണ്ടാക്കിന്റെ സ്ഥാപനത്തിൽ ബാപ്പക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇടയ്ക്ക് യത്തീംഖാനയിൽ പഠിച്ച ഒരുപാട് കൂട്ടുകാരുണ്ട്. അലിയൊക്കെ മരിച്ചുപോയി, അള്ളാഹു മരിച്ചുപോയൊക്കെ ഖബർ അള്ളാഹു സ്വർഗ്ഗാക്കട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, അപ്പോ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോ അങ്ങനെ കലണ്ടറിൽ ഇങ്ങനെ റൗണ്ട് ഇട്ടേക്കും. തിങ്കളാഴ്ച ക്ലോസ്, ചൊവ്വാഴ്ച ക്ലോസ്, ഇനി വ്യാഴ്ചക്ക് എത്ര ദിവസം ഉണ്ട്? 2 ദിവസം. മാഷാ അല്ലാഹ്, വ്യാഴ്ച നാട്ടിൽ പോവാലോ, ഉമ്മാനെ കാണാലോ, ആ ഒരു സന്തോഷം. ഇതേ അവസ്ഥയാണ് പ്രവാസികളും. ഓരോ ദിവസവും അവരിങ്ങനെ എണ്ണി തീർക്കാണ്. റബ്ബേ ഇനി എത്ര ദിവസം, ഇനി എത്ര ദിവസം, ഇനി എത്ര ദിവസം എന്റെ പെണ്ണിനെ കാണാൻ, എന്റെ ഉമ്മന്റെ അടുത്ത് പോവാന്, എന്റെ നാട്ടിൽ ചെല്ലുന്ന എന്തൊരു സ്വപ്നങ്ങളുമായിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് അവർ സ്വന്തം നാട്ടിലേക്ക് ഫ്ലൈറ്റിംഗ് ഇങ്ങനെ താഴുമ്പോ ലാൻഡ് ചെയ്യുമ്പോ നാടിന്റെ പച്ചപ്പ് കാണാൻ തുടങ്ങുന്നത് മനസ്സിനൊരു കിളി പാറല, മനസ്സിനൊരു കുളിരാണ്. എല്ലാവർക്കും ഉണ്ടാവും വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു സമാധാനം, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനമാണ്. നമ്മൾ ആ ഫ്ലൈറ്റ് ഇങ്ങനെ കരിപ്പൂർ എയർപോർട്ടിലോ നെടുമ്പാശ്ശേരിയിലോ അങ്ങനെ താഴ്ന്നിങ്ങനെ വരുമ്പോ പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചുപോയൊരു നമ്മൾ അറിയുന്നില്ല അവന്റെ കുടുംബങ്ങളാണ്. നമ്മൾ അറിയുന്നില്ല അവന്റെ കുടുംബാണ്. നമ്മളെ ഷറഫു അടക്കം പാലക്കാടുള്ള കുഞ്ഞടക്കം അള്ളാഹുലൊക്കെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. കരിപ്പൂർ വിമാനാപകടം നടക്കുമ്പോ അള്ളാഹുലൊക്കെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ, വിശാലാക്കി കൊടുക്കട്ടെ. ഷറഫിന്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഹോസ്പിറ്റലിലാണ്, വലിയ വിഷമത്തിലാണ്. അള്ളാഹുവർക്കൊക്കെ ശിഫ നൽകട്ടെ. ഷറഫുവിന്റെ വാപ്പ ഈ അടുത്ത് കണ്ടപ്പോഴും പറഞ്ഞു, ഉസ്താദെ ഞങ്ങളൊക്കെ അറിവിനിലാവ് കേൾക്കാറുണ്ട്, എന്റെ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ. അന്ന് ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചുപോയവർ റബ്ബേ ഖബർ സ്വർഗ്ഗാക്കണേ റഹ്മാനെ. അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഞങ്ങളെ റബ്ബേ അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ, റഹ്മത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുമ്പോ ആ നാടിന്റെ പച്ചപ്പൊക്കെ കാണുമ്പോ മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. അല്ലാഹു നമ്മുടെ പ്രവാസികളൊക്കെ സന്തോഷത്തോടെ അവര് പോയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് റാഹത്തോടെ നാട്ടിലെത്താനുള്ള തൗഫീഖ് നൽകട്ടെ. പലരും ഇന്ന് പോകുന്നവരുണ്ട്,
പലരും പല റൂട്ടിലൂടെ പോകുന്നത് ഫ്ലൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് അവിടെയൊക്കെ ക്വാറന്റൈൻ ചെയ്യണം. അള്ളാഹു എല്ലാവരും യാത്ര റാഹത്താക്കി കൊടുക്കട്ടെ, ഒരു വിഷമില്ലാതെ അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. പറഞ്ഞു വരുന്നത് എന്താ? അപ്പൊ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസികൾ വിദേശത്തേക്ക് പോകുമ്പോ മനസ്സിൽ വല്ലാത്ത സങ്കടമാണ്. നമ്മളോട് പോകുമ്പോ കുഞ്ഞാളെ പോവട്ടോ ഒക്കെ പോയി വരട്ടോ ടാറ്റയ്ക്ക് തരും. പക്ഷെ ആ ടാറ്റ തരുന്നുണ്ടെങ്കിലും മനസ്സിന്റെ അകത്ത് പോച്ചിലാ പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ അകത്ത് നീറ്റിലാ. ഇനി എന്ന് എന്റെ ഉമ്മയെ കാണും, ഇനി എന്ന് എന്റെ ഭാര്യയെ കാണും, ഇനി എന്റെ വീട് ഞാൻ കാണും. അല്ലാഹുവേ, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അവസാനം ഇറങ്ങുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എല്ലാറ്റിനും എന്റെ കൂടെ നിന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് ഇറങ്ങുമ്പോ മനസ്സൊരു പിടക്കലുണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മയോട് സലാം പറഞ്ഞ് പുറത്തിറങ്ങുമ്പോ മനസ്സൊരു പിടയിലുണ്ടല്ലോ. ബാപ്പയുടെ കൈ പിടിച്ച് ബാപ്പാ ഈ മോൻ പോയി വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരെ പുറത്ത് വാഹനവുമായി കാത്തിരിക്കുമ്പോ ആ വാഹനത്തിലേക്ക് കേറുമ്പോ മനസ്സൊരു പിടക്കലില്ലേ ചെറുപ്പക്കാരാ? അല്ലാഹുവേ, ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ റഹ്മാനേ, ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ അല്ലാ. കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ സമയത്ത് നാട്ടിൽ വന്ന പല പ്രവാസികളും തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല. പലർക്കും വിസ നഷ്ടപ്പെട്ടു പോയി, ഇഖാമയുടെ കാലാവധി തീർന്നു. അല്ലാഹുവേ, പുതിയ വിസ കാത്തു നിൽക്കുകയാണ്. നാട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. സലാമത്തിന്റെ ഖൈറിന്റെ ഒരു വഴി അറിവിന്ദിലാവിന്റെ ബറക്കത്ത് കൊണ്ട് തുറന്നു കൊടുക്കണേ അല്ലാ. ചരിത്രത്തിലേക്ക് വരികയാണ് പുന്നാര റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവേ കഅബയോട് സലാം പറഞ്ഞിട്ട് പോവാണ്. കഅബ, ഞാൻ പോകുന്ന കഅബ, പിറന്ന നാടായ സ്വന്തം നാടായ കഅബയോട് സലാം പറഞ്ഞിട്ട് ഉമ്മയില്ലാത്ത ബാപ്പയില്ലാത്ത ഭാര്യയില്ലാത്ത പരിശുദ്ധമായ മക്ക, ആ മക്കയോട് സലാം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് പോവാണ്. രാത്രി സമയത്താ പോകുന്നത്. കൂടെയുള്ളതാരാ? മഹാനരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് പോകുന്ന രംഗം പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അത് കഥ പറയുന്ന മദീന എന്ന വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അന്ന് നമുക്ക് ആ രംഗം പറയാം. മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുന്ന രംഗം ഇന്ന് ഫാത്തിമ ബീവിയുടെ ചരിത്രത്തിലേക്ക് വരികയാണ്. അന്ന് രാത്രി സമയത്ത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് പോയ സമയത്ത് എന്റെ തങ്കക്കുടമായ ഫാത്തിമ ബീവിയ അല്ലാഹുവിന്റെ ഹബീബ് ആരെയാണ് ഏൽപ്പിച്ചതെന്നറിയോ? മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. സയ്യിദേ, എന്റെ ഫാത്തിമാനെയും ഉമ്മു കുൽസുമിനെയും നീ ഒരു പ്രശ്നവുമില്ലാതെ മദീനത്തേക്ക് കൊണ്ടുവരണം സയ്യിദേ. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാല് ഭാഗത്തും പരതി നോക്കി, ഒരിക്കലും കിട്ടിയില്ല. അവസാനം മുത്തുനബിക്കറിയാം എന്റെ ഫാത്തിമാനെ എങ്ങാനും ശത്രുക്കൾ കണ്ടാ ശത്രുക്കൾ പിടിക്കും. കാരണം എന്താ? കിട്ടിയോനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയോനെ തട്ടുന്ന കാലാണല്ലോ. അങ്ങനെയാണല്ലോ. കള്ളനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയനെ കുറിച്ച് കള്ളനാക്കാന്ന് പറഞ്ഞ പോലെ മുത്തുനബിനെ എന്തായാലും കിട്ടിയില്ല. മുത്തുനബിന്റെ മകളെങ്കിൽ മകൾ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമാനെ കിട്ടിയ ഫാത്തിമാബി ചെറിയ മോളല്ലേ. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു അന്ന് എന്ത് ചെയ്തു? ഒരു ഒട്ടകം കൊണ്ടുവന്നു. നല്ലൊരു ഒട്ടക കട്ടിലൊക്കെ ഉള്ള ഒരു സുന്ദരമായ നല്ല വാഹനം കൊണ്ടുവന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോടും ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹയോടും ആ ഒട്ടകത്തിന്റെ കട്ടിലിന്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞു. രണ്ടാളും ചെറിയ മക്കളാട്ടോ, ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണം. രണ്ടുപേരും ആ ഒട്ടക കട്ടിലിന്റെ ഉള്ളിൽ കയറിയിരുന്നു. ഒട്ടക കട്ടിലിന്റെ ഉള്ളിൽ രണ്ടാളും കയറിയിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ട്, പിന്നാരാ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയുണ്ട്. സൈനബ് ബിബി റളിയല്ലാഹു അൻഹ പിന്നെയാണ് വന്നത്. അത് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അങ്ങനെ രണ്ടുപേരും ഒട്ടക കട്ടിലിന്റെ ഉള്ളിൽ കയറിയിരുന്നു.
ഒട്ടകത്തെ നിയന്ത്രിക്കുന്നതാരാ? സെയ്ദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പുറത്താണ്. ഒട്ടകത്തെ തുളിച്ചു കൊണ്ടുപോകണം. സെയ്ദ് റളിയല്ലാഹു അൻഹു നടക്കാൻ. അല്ലാഹുവേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. ആദ്യമായി മക്ക വിട്ടു പോകുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ആദ്യം ചെന്നത് എവിടെയാണെന്നറിയോ? ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ആദ്യമായി ചെന്നത് എങ്ങോട്ടാണ്? തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തേക്കാണ്. ഉമ്മയുടെ ഖബറിന്റെ സമീപത്തേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചെല്ലുകയാണ്. ഉമ്മയോട് സലാം പറയുകയാണ്. ഉമ്മയോട് സലാം പറയുകയാണ്. അവിടത്തെ പ്രിയപ്പെട്ട ഉമ്മ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, റബ്ബേ, എനിക്ക് അമ്മിഞ്ഞ പാല് തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ അമ്മിഞ്ഞ പാല് തന്ന എന്നെ വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ ഇന്ന് ഖബറിലാണ്. ആ ഉമ്മയുടെ സമീപത്ത് നിന്നിട്ട് സലാം പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് പോവുകയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ചെറുപ്പക്കാരാ, നിങ്ങളൊരു വിദൂര യാത്രക്ക് പോവുകയാണെങ്കിൽ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു വിദൂര യാത്രക്ക് പോവുകയാണെങ്കിൽ നിങ്ങളെ ഉമ്മ ഖബറിൽ കിടക്കുന്ന ഉമ്മാനെ നിങ്ങളെ കാണാതെ പോവല്ലേ. ഉമ്മയോട് ചെന്ന് സലാം പറയാതെ, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ചെന്ന് സലാം പറയാതെ നിങ്ങൾ പോവരുത്. അല്ലാഹുവേ, എന്റെ പാവപ്പെട്ട ഉമ്മ 3 വർഷത്തിലേറെയായ ഖബറിലാണ്. ആ ഉമ്മാന്റെ ഖബറിനെ സ്വർഗ്ഗമാക്കണേ അല്ലാ. എന്റെ ഉമ്മയുടെ ഖബറിന്റെ സമീപത്ത് എന്ന് സലാം പറഞ്ഞ് വിവരങ്ങൾ പറഞ്ഞിട്ടല്ലാതെ ഈ പാവപ്പെട്ടവൻ ഇന്നവരെ എവിടെയും പോവാറില്ല. ഒരു വിദൂര യാത്രക്ക് ഞാൻ പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്ക് പുതിയതായി ഞാൻ പോവുകയാണെങ്കിൽ, പത്തപ്പിരിയത്ത പന്തപ്പള്ളി ഖബർസ്ഥാനിൽ കിടക്കുന്ന എന്റെ പാവപ്പെട്ട ഉമ്മ, എന്റെ ഉമ്മയുടെ ഖബറിന്റെ സമീപത്ത് എന്ന് സലാം പറഞ്ഞിട്ടല്ലാതെ ഇന്നവരെ ഞാനൊരു വൈക്കും പോവാറില്ല. പാതിരാ സമയത്ത് വഅദ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഉമ്മ കിടക്കുന്ന പള്ളിപ്പറമ്പിന്റെ ആ റോട്ടിലൂടെയാണ് പോരുന്നതെങ്കിൽ എന്റെ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് എന്നിട്ടല്ലാതെ രാത്രി 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും 3 മണിയായാലോ ഞാനും എന്റെ കൂടെയുള്ള ഡ്രൈവറും എന്റെ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് പോവാറുണ്ട്. പാതിരാ സമയത്ത് ഉമ്മയുടെ ഖബറിന്റെ സമീപത്ത് പോവാൻ പേടിയാകുമോ ചെറുപ്പക്കാരാ? ഉമ്മയല്ലേ നമുക്ക് ധൈര്യം തരുന്നത്, പിന്നെ എന്തിനാ നമ്മളെ പേടിക്കുന്നത്? ആ ഭാഗത്തിലൂടെയാണ് അത് കഴിഞ്ഞ് തിരിച്ചു പോരുന്നതെങ്കിൽ എത്ര രാത്രി സമയമായാലും എത്ര പട്ടനട്ട പാതിരയാണെങ്കിലും എന്റെ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് എന്നിട്ടല്ലാതെ ഉമ്മയോട് സലാം പറഞ്ഞ് ഫാത്തിഹയോട് ദുആ ചെയ്തിട്ടല്ലാതെ ഞങ്ങൾ തിരിച്ചു പോന്ന ചരിത്രം ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഉമ്മാന്റെ പൊരുത്തം തരണമല്ലാ, ഉമ്മാന്റെ പൊരുത്തം തരണമല്ലാ, പാപ്പാന്റെ പൊരുത്തം തരണമല്ലാ. ഞങ്ങളെ ഉമ്മാന്റെ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. ഉമ്മയാണ് നമ്മുടെ വിജയമെന്ന് നമ്മളെ മറക്കരുത്, പാപ്പയാണ് നമ്മുടെ വിജയമെന്ന് നമ്മളെ മറക്കരുത്. ഇല്ല ചെറുപ്പക്കാരാ, ആ 2 പിടിവള്ളികൾ നമ്മളെ പിടിച്ചു കഴിഞ്ഞാ പിന്നെ ലോകത്തെ അസ്റാഹിലിന്റെ മുമ്പിൽ മാത്രം തലതാഴ്ത്തിയാൽ മതി. നമ്മള് അസ്റാഹിലിന്റെ മുമ്പിൽ പിന്നെ നമ്മൾ എന്തായാലും തലതാഴ്ത്തണമല്ലോ. മറ്റൊരാളുടെ മുമ്പിലും നമ്മൾ തലതാഴ്ത്തേണ്ടി വരൂല. ഉമ്മയും ബാപ്പയും നമ്മളെ കൊണ്ട് സന്തോഷിക്കണം പ്രിയപ്പെട്ടവരെ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ചെന്നത് ഉമ്മാന്റെ ഖബറിന്റെ സമീപത്താണ്. ഉമ്മയുടെ ഖബറിന്റെ സമീപത്താ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ സമീപത്താ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ സമീപത്തേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചെന്നിട്ട് പറയാണ്, ഉമ്മ ഞാൻ പോവല്ല ഉമ്മ. നിങ്ങളും അങ്ങനെ ചെയ്യണം പ്രിയപ്പെട്ടവരെ.
നിങ്ങളൊരു വീട് വെക്കുകയാണ്, ഒരു ഉദാഹരണം പറയാം, നിങ്ങളൊരു വീട് വെക്കുകയാണ്, നിങ്ങൾ മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ ഖബറിന്റെ സമീപത്ത് ഉമ്മാക്ക് ഫാത്തിഹ ഓതി അവരറിയും. നമ്മൾ വരുന്നതും നമ്മൾ പോകുന്നതൊക്കെ അവരറിയും, ഉറപ്പാണ് അറിയും. ഇതൊക്കെ അവരറിയുന്നുണ്ട്. നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചെന്ന് പറയണം. എന്റെ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ ചെന്ന് പറയണം. അപ്പൊ സഹോദരന്മാര് പറയും, ഉസ്താദേ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഓതിക്കോളി, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇഖ്ലാസോടെ ഓതിക്കോളി. അതൊരു ഭാഗ്യല്ലേ, അതൊരു സൗഭാഗ്യല്ലേ. നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ ഉമ്മാന്റെ പൊരുത്തം ചെന്നിട്ട് ഖബറിൽ കിടക്കുന്ന ബാപ്പയുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം, ബാപ്പയുടെ ഉമ്മയുടെയും പൊരുത്തം വാങ്ങിയിട്ട് വേണം ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതാണ്. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, അമ്മിഞ്ഞ പാലിൻ സുഗന്ധം ഇന്ന് മറക്കാമോ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, അമ്മിഞ്ഞ പാലിൻ സുഗന്ധം ഇന്ന് മറക്കാമോ, താലോലും പൊന്നുമ്മ നൽകിയിലെ അമ്മിഞ്ഞ, താലോലും പൊന്നുമ്മ നൽകിയിലെ അമ്മിഞ്ഞ, സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹനിധിയാണ്, സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹനിധിയാണ്. ഉമ്മയുടെ മാറിൽ നാം തലചായ്ച്ചുറങ്ങിയില്ലേ, സ്നേഹത്തിൻ സുഗന്ധം പാലിൽ നുകർന്നില്ലേ, ഉമ്മയുടെ മാറിൽ നാം തലചായ്ച്ചുറങ്ങിയില്ലേ, സ്നേഹത്തിൻ സുഗന്ധം പാലിൽ നുകർന്നില്ലേ, താലോലോ പാട്ടുകൾ പാടി ഉമ്മ പകർന്നില്ലേ, അമ്മിഞ്ഞ മധുരം നൽകി പാല് നുകർന്നില്ലേ, മധുരിക്കും ഓർമ്മകളായി മായാത്ത ഓർമ്മകളാം, മധുരിക്കും ഓർമ്മകളാം മായാത്ത ഓർമ്മകളാം, സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹക്കനിയാണ്, സ്നേഹക്കടലാണ് ബാപ്പ സ്നേഹനിധിയാണ്. അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഉമ്മക്കും ബാപ്പക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പറഞ്ഞു വരുന്നത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പൊന്നാര മോള് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉമ്മയുടെ ഖബറിന്റെ സമീപത്ത് നിന്ന് സലാം പറയുകയാ, ഉമ്മ ഞാൻ പോവുകയാണ്, പോയി വരാം ഉമ്മ, മദീനയിലേക്ക് പോയി വരാമെന്ന് ഖബറിൽ കിടക്കുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹയോട് ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഫാത്തിമ ബീബി പോവുകയാണ്. കൂടെ ആരുണ്ട്? മഹാനായ മഹദിയായ ഉമ്മു കുൽസൂം ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. ഉമ്മു കുൽസൂം ബീബി റളിയല്ലാഹു അൻഹയുണ്ട്. രണ്ടുപേരും ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലാ. അപ്പൊ ഒട്ടകം എങ്ങനെ പോവാണ്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നമ്മൾ മദീനത്തേക്ക് പോകുന്ന വഴിക്ക് ശത്രുക്കൾ ചിലപ്പോ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യരുത്? പുറത്തിറങ്ങരുത്. ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങരുത്. രണ്ടുപേര് അവിടെ നിന്നോളൂ. നിങ്ങൾക്കൊന്നും പറ്റൂല. ഈ സെയ്ദില്ല കാലത്തോളം നിങ്ങൾക്കൊന്നും പറ്റൂല. നമ്മൾ പറയാറില്ലേ, ഞാനില്ലടാ നിന്റെ കൂടെ, പിന്നെ എന്തിനാണ് ഈ പേടിക്കണ അറിയില്ലേ? നിന്റെ ബ്രോ ആയിട്ട് ഞാനില്ല കാലത്തോളം നിങ്ങൾ പേടിക്കണ്ട. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ല, നബിയേ ഈ ദീന് സത്യമാണെങ്കിൽ ഈ ഖത്താബിന്റെ പൊന്നുമോൻ ഉമറുള്ള കാലത്തോളം തങ്ങളെ പേടിക്കേണ്ട നബിയെ, നിങ്ങൾ ഒരു ഭയവും വേണ്ട.
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിക്ക് ധൈര്യം. നമുക്ക് ധൈര്യം കിട്ടിയാൽ മതി. നമ്മൾ പറയാം നമ്മളെ പെണ്ണിനോട്, നമ്മളെ ഭാര്യനോട്, ഈ ഇക്കയുണ്ടാകുമ്പോ നീ എന്തിനാ ബേജാറാവണേ? ഈ ഇക്കയുണ്ടാകുമ്പോ പിന്നെ എന്തിനാ നീ ബേജാറാവണേ? അത് പെണ്ണിന് വല്ലാത്തൊരു ധൈര്യകരം. പെണ്ണിന് വല്ലാത്തൊരു ധൈര്യകരം. പെണ്ണ് എന്താ ചെയ്യാ അറിയുമ്പോ നമ്മള് എന്താ ചെയ്യാ നമ്മളും പറഞ്ഞാലോ രണ്ടാളെ ധൈര്യം പോകും. നമ്മള് ധൈര്യം കൊടുക്കുക. നമ്മൾ ധൈര്യം കൊടുക്കുന്ന ഒരു രോഗം വരുമ്പോ സാരല്ല, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ഒരു പ്രശ്നവും വരൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ധൈര്യം കൊടുക്കുക. അങ്ങനെ ചരിത്രം പറയുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ധൈര്യം കൊടുത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിങ്ങനെ തൊളിച്ചു കൊണ്ടുപോവാൻ കുറച്ചങ്ങ് നടന്നപ്പോഴാണ്, കുറച്ചങ്ങ് പോഴപ്പോഴാണ് ശത്രുക്കളിൽ നിന്ന് ഹുവൈരിസ് എന്ന് പറയുന്ന ശത്രു ആയുധങ്ങളുമായി സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വാഹനം തടയുകയാണ്. ആ വാഹനത്തിന്റെ അകത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ആ വാഹനത്തിന്റെ അകത്ത് ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. അല്ലാഹുവേ, സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സയ്യിദേ നീ എങ്ങോട്ടാ പോകുന്നത്? എവിടെ പോവണേ? സയ്യിദ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു കേട്ടില്ലേ എവിടെ പോണേ? സയ്യിദ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. കാരണം എന്താ? അകത്താരുണ്ട്? പൂവിതൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു വഴിക്കിറങ്ങിയതാണ്. ഏത് വഴിക്കിറങ്ങി? ഒന്നും മിണ്ടിയില്ല. അപ്പോ എവിടെയാണ് പോകുന്നതെന്ന് പൂർണ്ണമായി പറയാതെ ഇവിടെ നിന്നങ്ങോട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ആര് പറഞ്ഞു? ഹുവൈരിസ് ശത്രു പറഞ്ഞു. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ പിന്നെ അതൊന്ന് കാണന്നെ വേണം, അതൊന്ന് കാണന്നെ വേണം. എന്റെ നാട്, ഞാൻ പിറന്ന നാട്ടിലൂടെ ഞാൻ നടന്നു പോവാന് നിന്റെ സമ്മതം, അതൊന്ന് കാണന്നെ വേണം. എന്റെ വാഹനം തടയാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ നീ ഒന്ന് തടക്കേ, ഞാൻ ഇഷ്ടത്തോടെ പോ. എന്റെ വാഹനം തടുക്കാൻ ചങ്കൂറ്റമുള്ള ഉമ്മക്ക് പറന്ന ആൺകുട്ടിയാണെങ്കിൽ നീ ഒന്ന് തടുക്ക്. സയ്യിദ് റളിയല്ലാഹു അൻഹു വാഹനമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഹുവൈരിസ് വന്നിട്ട് വാളുകൊണ്ട് തടുത്ത് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ചെറിയ പ്രശ്നമായി. അതങ്ങനെയാണല്ലോ. വാഹനങ്ങൾ തമ്മിൽ ചിലപ്പോൾ കൂട്ടിമുട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ടുപേരും വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ എന്താവും? അവിടെ പ്രശ്നമാവും, അടിയാവും, പിടിയാവും. അതങ്ങനെയാണ്. വാഹനത്തെ തൊട്ട് കളിച്ചാൽ പിന്നെ അങ്ങനെയാണ്. സ്വന്തം വാഹനം നമ്മൾ അങ്ങനെ കൊണ്ടിറങ്ങുന്നത്. വാഹനത്തെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും പറ്റില്ല. അത് ശരി, അങ്ങനെയാണ്. അപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹുവൈരിസും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. യാത്രക്കിടയിലാട്ട സംഭവം, ചെറിയ പ്രശ്നം ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളൊക്കെ ഉണ്ടായി. അപ്പോ വാഹനം നീങ്ങുന്നതില്ലല്ലോ. ഫാത്തിമ ബീവി ഉമ്മു കുൽസുമിന്റെ ഉള്ളിലാണല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആലോചിച്ചു, റബ്ബേ എന്താ വാഹനം മുന്നോട്ട് പോവാത്തത്? പുറത്തെന്തോ പ്രശ്നം കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പതുക്കെ ഒന്ന് ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് തലയൊന്നിങ്ങനെ പുറത്തേക്ക് ഇട്ട് നോക്കി. അല്ലാഹ്, ഇതാര് കണ്ടു? ശത്രുക്കളെ ഹുവൈരിസ് കണ്ട്. പിന്നെ പറയണ്ടോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലിരിക്കുമ്പോ പുറത്ത് ശബ്ദം കേട്ടപ്പോ ഫാത്തിമ ബീവി പതുക്കൊന്നിങ്ങനെ പാളിയൊക്കിയതാണ്. നമ്മളില്ലേ എന്താ പ്രശ്നം നടക്കണം നോക്കാൻ വേണ്ടി ഒന്ന് പാളിയൊക്കൂലേ? ഫാത്തിമ ബീവി ഒന്ന് പാളിയൊക്കെ അല്ലാഹുവേ, ഹുവൈരിസ് കണ്ടു. ഫാത്തിമ മുഹമ്മദിന്റെ മകളാണ് ആ വാഹനത്തിന്റെ അകത്തുള്ളത്. മുഹമ്മദിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല, മുഹമ്മദ് രക്ഷപ്പെട്ടു. ഇനി മുഹമ്മദിന്റെ മകളെങ്കിൽ മകളെ ഫാത്തിമയെ വെറുതെ വിടാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞിട്ട് ഹുവൈരിസ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നേരെ അടുത്ത സയ്യിദ് റളിയല്ലാഹു അൻഹു കൊരണവള്ളിക്ക് ഒരൊറ്റ പിടുത്തം. എങ്ങട്ടാ പോണ്? ഫാത്തിമാന്റെ അടുത്തൊക്കെ പോണ്. ഇത് ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് വാ, ഇന്നോട് എതിർക്ക് എന്ന് പറഞ്ഞു ഫാത്തിമനെ തൊട്ട് കളിക്കല്ല, ഇന്നോട് എതിർക്ക്. സയ്യിദിന്റെ ശരീരത്തിൽ തൊടാതെ ഫാത്തിമ ബീവിയുടെ ശരീരത്തിന്റെ രോമത്തിൽ തൊടാൻ പോലും ആദരിക്കില്ല. ഹുവൈരിസിന്റെ മുമ്പ് വന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു ആൺകുട്ടികളെ പോലെ വെല്ലുവിളിച്ചു. അങ്ങനെ അവിടെ തമ്മിൽ പ്രശ്നം നടന്നു. ഇങ്ങോട്ടടിച്ച പങ്കട്ടടി, ഇവിടെ തട്ടിയ പങ്കട്ട്. കാരണം ശത്രുക്കളല്ലേ. ഫാത്തിമ ബീവിയെ പൊന്നുപോലെ നോക്കണം, ഫാത്തിമായ മദീനത്തെത്തിക്കണം എന്ന് ആരെ വാക്ക്? റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനല്ലേ സയ്യിദ് തങ്ങളെ ഏൽപ്പിച്ചത്. സയ്യിദ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു ഹാരിസ കുറച്ച് ചങ്കൂറ്റുള്ള സ്വഹാബിയ. അങ്ങനത്തെ കാര്യം ഏൽപ്പിക്കണമെങ്കിൽ അങ്ങനത്തെ ആളുകളെ തന്നെ ഏൽപ്പിക്കണ്ടേ? വേണ്ടേ?
നല്ല ധൈര്യമുള്ള തന്നെ ഏൽപ്പിക്കണ്ടേ? സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, എന്നോട് ഏറ്റുമുട്ടി ഇവിടെ വാ, ഞാൻ വിടണ്ടേ? എന്റെ ഫാത്തിമയെ തൊടാൻ നിന്നെ സമ്മതിക്കൂല. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. സയ്യിദിന്റെ കയ്യിൽ ഒന്നുമില്ല, ആയുധമൊന്നുമില്ല. മറ്റേ പഹയന്റെ കയ്യിൽ നല്ല ആയുധമുണ്ട്. ബദറിലേക്ക് വന്നത്. ബദറൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം, നല്ല രസമാണ്. ബദർ നമുക്ക് പഠിക്കണം, പറയണം ഇൻഷാ അല്ലാഹ്. ബദറിന്റെ സമയമാവട്ടെ. അപ്പോ ഈ വർഷം ഇൻഷാ അല്ലാഹ് ബദർ നല്ല വിശാലമായിട്ട് പറഞ്ഞു, നല്ല വിശാലമായിട്ട് നമുക്ക് ബദർ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു ചെയ്തു, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ ആ ഒട്ടകത്തിൽ നിൽക്കല, നിങ്ങൾ രണ്ടാൾ ഇറങ്ങിയിട്ട് മദീനത്തേക്ക് പോയിക്കോളി. ഓടിക്കോ ഫാത്തിമ, ഇവിടെ നിൽക്കരുത്, രണ്ടുപേരും മദീനത്തേക്ക് പോയിക്കോ. ആരാ പറയുന്നത്? സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാൻ. കാരണം ഇവിടെ ഈ ഹുവൈരിസുമായിട്ട് പ്രശ്നം നടക്കുകയാണ്. അപ്പൊ നിന്നെ ആക്രമിക്കും. അതുകൊണ്ട് ഫാത്തിമ, നിങ്ങൾ രണ്ടുപേരും വേഗം രക്ഷപ്പെടണം. ഉടനെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയും, അല്ലാഹുവേ, രണ്ട് പൂവിതളാണ്, രണ്ട് മക്കളാണ്, ചെറിയ മക്കളാ. രണ്ടുപേരും ഒട്ടകക്കട്ടിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. രണ്ടുപേരും ഒട്ടകക്കട്ടിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ ഇവിടെ നിൽക്കല്ലേ ഫാത്തിമ, ഇവിടെ നിൽക്കല്ലേ ഫാത്തിമ, ശത്രുക്കൾ നമ്മളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോളെ, നിങ്ങൾ രണ്ടുപേരും മദീനത്തേക്ക് പോയിക്കോ. ഉമ്മയെ സിയാറത്ത് ചെയ്ത് ഇറങ്ങിയ പൊന്നുമോളല്ലേ, അല്ലാഹ് കൊടുക്കൂലല്ലോ. ഉമ്മയുടെ ഖബറിന്റെ സമീപത്ത് നിന്ന് സിയാറത്ത് ചെയ്തിട്ടല്ലേ മദീനത്തേക്ക് ഇറങ്ങുന്നത്. ഒരു പേടിയും വേണ്ട ചെറുപ്പക്കാരാ. ഉമ്മാനോട് ബാപ്പാനോട് സലാം പറഞ്ഞിട്ട് പൊരുത്തം വാങ്ങിയിട്ടാണ് നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നവും നിങ്ങൾ പേടിക്കണ്ട. ഒരു സ്ഥലത്തും നിങ്ങൾ കുടുങ്ങൂല, ഒരു അപകടത്തിലും നിങ്ങൾ കുടുങ്ങൂല. ഉമ്മയോടും ബാപ്പയോടും പറയാതെ പോവല്ലേ, പോവല്ലേ, പോവല്ലേ. എന്ത് തന്നെ നിങ്ങളെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാലും അത് ഉമ്മയും ബാപ്പയും അറിയാതിരിക്കാൻ പാടില്ല. ഒരു വാഹനം വാങ്ങിയാൽ ഉമ്മയോട് പറയാത്തവരില്ലേ? ഒരു മൊബൈൽ വാങ്ങിയാ ബാപ്പയോട് പറയാത്തവരില്ലേ? എന്തിനാ ഉസ്താദേ ഞാനൊരു മൊബൈൽ വാങ്ങുന്നതൊക്കെ ബാപ്പയോട് പറയുന്നത്? ഒരു അനുസരണമുള്ള പയ്യൻ, ഒരു അനുസരണമുള്ള പൊന്നുമോൻ എങ്ങനെയാണടാ ചെറുപ്പക്കാരാ? ഒരു യഥാർത്ഥ അതവുള്ള പൊന്നുമോനെ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഒരു മൊബൈൽ വാങ്ങിയാൽ, ഒരു ചെരുപ്പ് വാങ്ങിയാൽ ബാപ്പയോട് ഉമ്മയോട് പറയുക എന്നുള്ളത് ഒരു യഥാർത്ഥ അച്ചടക്കമുള്ള മക്കളുടെ അനുഭവങ്ങളാണെന്ന് മറക്കല്ലേ. ഉമ്മയോട് സലാം പറഞ്ഞിട്ടിറങ്ങിയ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകക്കട്ടിലിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അല്ലാഹുവേ, വിശാലമായ മരുഭൂമിയാണ്. എവിടെ പോവണമെന്നറിയുന്നില്ല, എവിടെ പോവണമെന്നറിയുന്നില്ല. അല്ലാഹ് എങ്ങോട്ട് പോകുമെന്നറിയുന്നില്ല. റബ്ബേ, എവിടെ പോവണമെന്നറിയുന്നില്ല തമ്പുരാനെ. ഉമ്മയില്ലല്ലോ കൂടെ, ബാപ്പയില്ലല്ലോ, എങ്കിലും രണ്ടുപേരെ പൊരുത്തം എനിക്കുണ്ട്, രണ്ടുപേരെ പൊരുത്തം എനിക്കുണ്ട്. ഒട്ടകക്കട്ടിലിൽ നിന്ന് ഇറങ്ങി ആദ്യമായിട്ടല്ലേ ഫാത്തിമ ബീവി മദീനത്തേക്ക് പോകുന്നത്. മദീനത്തേക്കുള്ള വഴി അറിയൂലല്ലോ, മദീനത്തേക്കുള്ള വഴി അറിയൂലല്ലോ. എങ്ങനാണ് റബ്ബേ ഞങ്ങളെ മദീനത്തെത്തുന്നത്? എങ്ങനാണ് ഞങ്ങളെ മദീനത്തെത്തുന്നത്? എങ്ങനാണ്? എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ കൂട്ടുകാരാ. നമ്മളൊക്കെ ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയവരാണ്. എത്ര തവണ നമ്മൾ മദീനത്തേക്ക് യാത്ര ചെയ്തവരാണ്. ഇന്ന് മദീനത്തേക്ക് പോകാൻ നല്ല വിശാലമായ ഹൈവേ റോഡുകളാണ്. ബസ്സിൽ കയറി അങ്ങ് ഇരുന്നാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ അതല്ലെങ്കിൽ മണിക്കൂറുകളെ കൊണ്ട് നമ്മൾ മദീനത്തെത്തുകയാണ്. നമ്മളൊന്നും അറിഞ്ഞില്ല, നമ്മളൊരു പ്രയാസവും അറിഞ്ഞില്ല. ആ മണൽ മരുഭൂമിയുടെ ചൂട് നമ്മൾ അറിഞ്ഞില്ല. ആ മണൽ മരുഭൂമിയിലെ കുഴിയിൽ നമ്മൾ വീണില്ല. ആ മണൽ മരുഭൂമിയിൽ ഫാത്തിമ ബീവി അനുഭവിച്ചതുപോലെ നമ്മുടെ കാല് പൊള്ളിയില്ല. മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയപ്പോ ഫാത്തിമ ബീവി അനുഭവിച്ച സങ്കടമൊന്നും നമ്മൾ അനുഭവിച്ചില്ല. നമ്മൾ എസിയുള്ള ബസ്സിലാണ്, നമ്മൾ വിശാലമായ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. എല്ലാം അനുഭവിച്ചുകൊണ്ട് ഫാത്തിമ
ബീവി റളിയല്ലാഹു അൻഹ മദീനത്തേക്ക് പോവുകയാ. അല്ലാഹുവേ, നടന്ന് 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 മദീനത്ത് പോവാ, വഴി തെറ്റിച്ചാതെ വഴി പിഴപ്പിക്കാതെ അല്ലാഹു ഫാത്തിമ ബീവിയെ മദീനത്ത് എത്തിക്കുന്നു. മദീനത്ത് എത്തിക്കുകയാണ്. മദീന 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 എന്ന സ്വർഗമാണ്. മദീന എന്റെ സന്തോഷത്തിന്റെ നാടാണ്. എന്റെ നാട്ടുകാരെന്നെ കല്ലെറിഞ്ഞപ്പോ എന്നെ സ്വീകരിച്ചത് മദീനയാ. എന്റെ നാട്ടുകാരെന്നെ കല്ലെറിഞ്ഞപ്പോ എന്നെ സ്വീകരിച്ചത് എന്റെ മദീനയാണ്. മദീന മദീന മദീന. ഫാത്തിമ ബീവി മദീനത്തെത്തുന്നതിന് മുമ്പ് മുത്തുനബി മദീനത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ മുത്തുനബിയും സ്വഹാബത്തും കാത്തിരിക്കുകയാണ്. എന്റെ ഫാത്തിമ എവിടെ, എന്റെ ഫാത്തിമ എവിടെ, എന്റെ ഫാത്തിമ വരുമല്ലോ. അങ്ങനെയാണ് മഹദിയായ ബീവി ഫാത്തിമത്ത് സുഹറ അഴകീലും അഴകായി മാറിയ സുറുമ കൺമീഴിയാലേ സുരനിതാ സൂററാണി ഫാത്തിമ റളിയല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയെ കണ്ട സമയം അല്ലാഹ് വല്ലാത്ത സന്തോഷം വരികയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്റെ ഫാത്തിമ വന്നേ, എന്റെ ഫാത്തിമ വന്നേ, എന്റെ ഫാത്തിമ വന്നേ, എന്റെ ഫാത്തിമ എന്റെ മദീനത്ത് വന്നല്ലോ. അല്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അടച്ചു വീട്ടി. അല്ലാഹുവേ, എന്തൊരു വലിയ സന്തോഷമാണ്. പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോ പൊന്നുമോളെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ എന്തെല്ലാം നമ്മൾ ചെയ്യും. അണച്ചു പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാരി മുത്തങ്ങൾ എറിഞ്ഞു കൊടുക്കും. എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ്. ആ മക്കളെ കാണുമ്പോ നമ്മൾ അണച്ചു പിടിക്കുന്നു, ആ മക്കളെ കാണുമ്പോ നമ്മൾ മുത്തം കൊടുക്കുന്നു. ചോദിച്ചു നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഫാത്തിമ വല്ല പ്രയാസവുമല്ലോ ഫാത്തിമ, നിന്നെ ഏൽപ്പിച്ച സയ്യിദ് എവിടെ ഫാത്തിമ, നിന്നെ കൊണ്ടുവരാൻ ഏൽപ്പിച്ച സയ്യിദ് എവിടെ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നബിയേ, വരുന്ന വഴിയിൽ പ്രശ്നമുണ്ടായി. സെയ്ദ് ഇബ്നു ഹാരിസയും അവരും തമ്മിൽ പ്രശ്നമുണ്ടായി. ഞങ്ങൾ ഒട്ടക കട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് നബിയേ. ഞങ്ങൾ മദീനത്ത് വന്നവരാണ്. എങ്ങനെയാണ് ഫാത്തിമ നിങ്ങൾ മദീനത്തെത്തിയത്? എങ്ങനെയാണ്? അല്ലാഹുവേ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി ഫാത്തിമ ബീവി പറയുന്ന, അല്ലാഹ് ഞങ്ങൾ മദീനത്തേക്ക് വന്നത് എങ്ങനെയാണെന്നറിയോ? മദീനത്തേക്കുള്ള വഴി ഞങ്ങൾക്ക് ലഭിച്ചത് എങ്ങനാ? തങ്ങളെ പതേ ദിവസം തങ്ങളെ മദീനത്തേക്ക് നടന്നു പോയ വഴിയല്ലേ നബിയേ? തങ്ങളെ മദീനത്തേക്ക് നടന്നു പോയ വഴിയിലെല്ലാം സുഗന്ധമുണ്ടായിരുന്നു നബിയേ. വല്ലാത്തൊരു സുഗന്ധമുണ്ടായിരുന്നു തങ്ങളെ. ആ സുഗന്ധം പിന്തുടർന്ന് 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 ഞങ്ങളെ മദീനത്ത് എത്തിയതാണ് തങ്ങളെ. ഞാൻ അവിടുത്തെ മകളല്ലേ, അവിടുത്തെ സുഗന്ധം എനിക്ക് തിരിച്ചറിയൂലേ? അവിടുത്തെ കസ്തൂരിയെ തോൽപ്പിക്കുന്ന മനോഹരമായ സുഗന്ധം എനിക്ക് തിരിച്ചറിയാമല്ലോ തങ്ങളെ. ആ സുഗന്ധം ആസ്വദിച്ചു കൊണ്ടാണ് ഞങ്ങൾ മദീനയുടെ മനോഹരമായ മണ്ണിലെത്തിയതെന്ന് മഹദിയായ ബീവി ഫാത്തിമത്തു സുഹറ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങോ റൗള കാണുവാൻ ഞങ്ങൾ തേടിടുന്നേ. ആ മദീനത്തെന്ന് പോകണം, ആ മദീന എന്ന് കാണണം.
അല്ലാഹ് മദീനത്ത് ഞങ്ങളെ എത്തിക്ക് അല്ലാഹ്. അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾ പലരും മദീനത്തിൽ നിന്ന് പ്രോഗ്രാം കാണുന്നവരുണ്ട്, മക്കയിൽ നിന്ന് കാണുന്നവരുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണേ. അല്ലാഹു മക്കയും മദീനയും കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാണ് നബിയേ പുണ്യ മദീന കാണുന്നതെന്നാണ്, എന്നാണ് നബിയേ പച്ച കൊബ്ബ കാണുന്നതെന്നാണ്, എന്നാണ് നബിയേ പുണ്യ മദീന കാണുന്നതെന്നാണ്, എന്നാണ് നബിയേ പച്ച കൊബ്ബ കാണുന്നതെന്നാണ്. അറിവിൻ നീലാവിൻ കോടുംബങ്ങൾ നബിയേ കൈകൾ നീട്ടുന്നു യാ റസൂലേ. അറിവിൻ നീലാവിൻ കോടുംബങ്ങൾ നബിയേ കൈകൾ നീട്ടുന്നു യാ റസൂലേ. മടവൂരിൻ ശൈഖുന വലിയുള്ളാഹ് കാവല് നൽകിടല്ലാഹ്. കുതുബുൽ വലിയുള്ളാഹ് തിരുനോട്ടം നൽകിടല്ലാഹ്. അല്ലാഹുവേ മക്കയും മദീനയും ഞങ്ങൾക്ക് കാണണം, മക്കയും മദീനയും ഞങ്ങൾക്ക് പോവണം. അല്ലാഹ് നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെത്തി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ മദീനത്തെത്തി. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെത്തി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെത്തിയ ചരിത്രം നമ്മൾ പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെത്തിയപ്പോ കൂടെ മഹാനായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെത്താൻ സഹായിച്ചത് ഒരു പ്രിയപ്പെട്ട സ്വഹാബിയാണ്, ഒരു പ്രിയപ്പെട്ട സ്വഹാബി. ആ സ്വഹാബിന്റെ പേരാരാ പറയാം? ഞാൻ ലൈവ് ഒന്ന് നോക്കട്ടെ. ആ സ്വഹാബിന്റെ പേരാരാ പറയാം? ചോദ്യം ഒന്നല്ല, ചോദ്യം ഇൻഷാ അല്ലാഹ് വരും, ചോദ്യം വരും. ആ സ്വഹാബിന്റെ പേരാരാ പറയാം? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇന്നലെ മദീനത്തെത്താൻ വേണ്ടി സഹായിച്ച ഒരു സ്വഹാബിയുണ്ട്. ആർക്കും പറയാം. ആരാ ഫസ്റ്റ് പറയുന്ന നോക്കുക, പെട്ടെന്ന് പെട്ടെന്ന്. ആരാ പറയുന്നത് നോക്കട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെത്താൻ വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സഹായിച്ച സ്വഹാബി ആരാണ്? സെയ്ദ് റളിയല്ലാഹു. ഇവിടെ നിൽക്കൂല. സെയ്ദ് റളിയല്ലാഹു. മാഷാ അല്ലാഹ്. കുറെ ആളുകൾ കമന്റ് അടിച്ചു. സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു. ആരാന്ന് ഉസ്താദ് ഫസ്റ്റ് വന്നത് നോക്കാൻ മറന്നു. ഇൻഷാ അല്ലാഹ് കുറെ ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവരിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവരിലും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ സെയ്ദ് റളിയല്ലാഹു. അപ്പൊ ഇന്നലെ വാള അവസാനിപ്പിച്ചപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചു, ഉസ്താദ് ഇപ്പൊ സെയ്ദ് റളിയല്ലാഹു എന്ത് ചെയ്തു? സെയ്ദ് റളിയല്ലാഹു അവസാനം എന്താ ചെയ്ത്? ഉവൈരിസിനോട് യുദ്ധം ചെയ്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തേക്ക് ഓടിയ സമയത്ത് സെയ്ദ് റളിയല്ലാഹു ഉവൈരിസും തമ്മിൽ അവിടെ പ്രശ്നം ഉണ്ടായി. അപ്പൊ അവസാനം സെയ്ദ് റളിയല്ലാഹു എന്താ സംഭവിച്ചത്? സെയ്ദ് റളിയല്ലാഹു ഒന്നും സംഭവിക്കില്ല. സെയ്ദ് റളിയല്ലാഹു പുലിക്കുട്ടിയല്ലേ? അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് സെയ്ദേ ഇങ്ങ് വാ മോനെ നീ പൊയ്ക്കോന്ന് പറയണെങ്കിൽ സെയ്ദ് റളിയല്ലാഹു ആരാ? ഒരു ഉറുമ്പിനെ പോലെയുള്ള ഹുവൈരിസിന്റെ മുമ്പിൽ തല താത്താൻ പറ്റുന്നവരാണോ സെയ്ദ് റളിയല്ലാഹു? ഒന്നും സംഭവിച്ചില്ല. ആൺകുട്ടിയെ പോലെ ഈ സെയ്ദിന്റെ ശരീരത്തിൽ തൊട്ടാലും എന്റെ ഫാത്തിമയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിന്നെ അനുവദിക്കില്ല എന്ന് മക്കയുടെ മണ്ണിൽ നിന്ന് ശത്രുകിങ്കരന്മാരെ വിറപ്പിച്ച സ്വഹാബി
സ്വഹാബിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു ആരെങ്ങൾക്ക് അറിയോ? മുത്തുനബി സെയ്ദ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കണമെങ്കിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മുഅ്തത്തിന്റെ രണാങ്കളത്തേക്ക് സ്വഹാബത്ത് പ്രബോധനത്തിന് വേണ്ടി പോയി. മുഅ്തത്തിൽ പോയി സ്വഹാബത്ത് പ്രബോധനം നടത്തിയ സ്വഹാബത്തിനെ മുഅ്തത്തികാർ വധിച്ചു കളഞ്ഞു. ഒരു കാരണവും കൂടാതെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ആ രാജ്യത്തിന്റെ ശത്രുക്കൾ വധിച്ചു കളഞ്ഞപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചൊരു മീറ്റിംഗ് കൂടി. ചരിത്രത്തിലേക്ക് വരാം. സെയ്ദ് റളിയല്ലാഹു അൻഹു പവർ അറിയാൻ വേണ്ടി ഞാൻ പറയണത്. നമ്മൾ പറഞ്ഞല്ലോ സെയ്ദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പേടിക്കുന്ന സ്വഹാബി ഒന്നല്ല, നല്ല ചങ്കൂറ്റുള്ള സ്വഹാബിയാ സെയ്ദ് റളിയല്ലാഹു അൻഹു. എപ്പോഴും മുത്തുനബി ഏൽപ്പിക്കുന്ന ഒരു സ്വഹാബിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ അല്ലെങ്കിൽ സമരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ രാത്രി ഒരു സ്വഹാബിയോട് അവസാനം വരാൻ പറയും. എന്തിനെ? ആ സ്വഹാബിയോട് ഒറ്റക്ക് വരാൻ പറയും. എന്തിനാണെന്നറിയോ? ഏതെങ്കിലും വാഹനം കേടുപാടോ, വാഹനത്തിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടേ, ആരെങ്കിലും വാഹനം എവിടെയെങ്കിലും വഴിക്ക് കേടുപാടായെങ്കിൽ ഓലെ സഹായിക്കാൻ വേണ്ടി എപ്പോഴും മുത്തുനബിന്റെ അവസാനം ഒരു സ്വഹാബി വരാറുണ്ട് ഒറ്റക്ക്. ആ സ്വഹാബി ആരറിയോ? മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് തെറിയത്തല്ലാനും മടി ചൊല്ലിക്കൊളി. സഫ്വാൻ റളിയല്ലാഹു അൻഹു നല്ല ധൈര്യവാനായ സ്വഹാബിയാണ്, നല്ല ധൈര്യമുള്ള സ്വഹാബിയാണ്. ഏത് സമയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര കഴിഞ്ഞു വരുമ്പോ യാത്രന്റെ കടയിൽ യാത്രന്റെ അവസാനം വരുന്ന സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? നല്ല ധൈര്യവാനാണ്. ആരെ മുമ്പിലും പതറാതെ ചങ്കൂറ്റത്തോടെ നിൽക്കാൻ ആ സ്വഹാബിക്ക് കഴിവുണ്ട്. ആ സ്വഹാബിയാണ് യാത്രയുടെ അവസാനം വരാറുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ട് ഒരു ആരോപണം ഉണ്ടായി. ചരിത്രം ആയിഷ ബീവിയുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു ചങ്കൂറ്റുള്ള സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ ചരിത്രം ഇൻഷാഅല്ലാഹ്, ആ സ്വഹാബിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മൂത്തത്തിന്റെ രണാങ്കളത്ത് പോയ സ്വഹാബത്തിനൊക്കെ അവിടുത്തെ ആളുകൾ വധിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു അങ്ങനെ വിട്ടാൻ പറ്റൂല, മൂത്തത്തിൽ നമുക്ക് പോകണം. മുത്തുനബി ഉടനെ മീറ്റിംഗ് വിളിച്ച് സ്വഹാബത്തൊക്കെ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പറഞ്ഞ് മൂത്തത്തിലേക്ക് നമ്മൾ പോകണം. മൂത്തത്തിൽ നമ്മുടെ പാവപ്പെട്ട സ്വഹാബത്തിന്റെ ആ സ്വഹാബത്തിന്റെ സമീപത്തേക്ക് നിങ്ങൾ കൊടിയു പിടിച്ചു പോവണം. യുദ്ധത്തിനല്ല, യുദ്ധത്തിന് പോവണ്ട, യുദ്ധം ചെയ്യേണ്ട. പക്ഷേ ശത്രുക്കൾ യുദ്ധത്തിന് വന്നാൽ നമുക്ക് എതിർക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പോവണം. അല്ലാഹ് സ്വഹാബത്ത് ഇങ്ങനെ വരിയായിട്ട് മദീന പള്ളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം വിളിച്ച സ്വഹാബി ആരെന്നറിയോ? യാ സെയ്ദ് ഖും, സെയ്ദേ സ്റ്റാൻഡ് അപ്പ്, ഇങ്ങ് വാ. സെയ്ദ് റളിയല്ലാഹു അൻഹു പുലിക്കുട്ടിയായി സെയ്ദ് തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സെയ്ദേ നാളെ മൂത്തത്തിൽ പോകുമ്പോ മുത്തുനബി തരുന്ന പതാക നീ മോനെ കൈപിടിക്കേണ്ടത്. പേടിയുണ്ടോ നിനക്ക്? യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബ്ബൈക യാ റസൂലല്ലാഹ്. അവിടുന്ന് വരച്ച വരയിൽ നിന്ന് ശീലമുള്ള സെയ്ദിന് എന്ത് പേടി? മുത്തുനബി പറഞ്ഞു, സെയ്ദേ ഇത് സാധാരണ പോക്കല്ല, നാളെ നിങ്ങൾ മരിക്കുന്ന ദിവസമാണ്. നിങ്ങൾ ഈ പതാക പിടിച്ചു പോകുമ്പോ ശത്രുക്കൾ നിങ്ങളെ എതിർക്കും, നിങ്ങൾ നാളെ മരിക്കും. പേടിയുണ്ടോ മോനെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, എനിക്ക് പേടിയില്ല തങ്ങളെ. നാളെ മരിക്കാൻ പോകുന്നത് തലേ ദിവസം മുൻകൂട്ടി പറയുകയാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പതാക എടുത്തിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അങ്ങ് കൊടുത്ത് രണ്ട് കൈകളെ കൊണ്ട് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് പതാക അങ്ങ് വാങ്ങി. ഉടനെ തന്നെ സ്വഹാബത്തിൽ നിന്ന് വിളിച്ചു, യാ അബ്ദുല്ലാഹ് ഖും. അബ്ദുല്ലാഹി ഇബ്നു റവാഹനെ വിളിച്ചിട്ട് പറഞ്ഞു, 33 വയസ്സാ അബ്ദുല്ലാഹി ഇബ്നു റവാഹക്ക്. നമ്മളെ വയസ്സ് ആലോചിച്ചാൽ മതി, നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാരൻ. അബ്ദുല്ലാ, സെയ്ദ് ഷഹീദാവും, സെയ്ദ് നാളെ മരിക്കും. സെയ്ദ് മരിച്ചാൽ അബ്ദുല്ലാ നിങ്ങളാണ് ആ പതാക പിടിക്കേണ്ടത്. ആ പതാക നിലത്തി വീഴാൻ പാടില്ല. അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ റെഡിയാണ്. അബ്ദുല്ലാ, നിങ്ങളും നാളെ മരിക്കൂട്ടോ, നിങ്ങളും നാളെ ഷഹീദാവും. കുഴപ്പമില്ല നബിയെ, പ്രശ്നമില്ല, ദീനിന് വേണ്ടിയിട്ടല്ലേ, ഞാൻ റെഡിയാണ്. പിന്മാറിയില്ല. മൂന്നാമതൊരു സ്വഹാബിയെ വിളിച്ചു, യാ ജാഫർ ഖും. ജാഫർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരനാണ്, പുതുനാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ്. ജാഫറിനെ വിളിച്ചു, ജാഫറെ ധൈര്യമുണ്ടോ? ഇവരെ കൂടെ പോവാൻ ധൈര്യമുണ്ടോ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ പോവാം. ജാഫറെ, നാളെ നിങ്ങളും ഷഹീദാവും. എനിക്ക് പ്രശ്നമില്ല നബിയെ, ഞങ്ങൾ റെഡിയാണ്, എല്ലാത്തിനും റെഡിയാണ്.
എന്ന 3 സ്വഹാബത്തിനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗത്തത്തിന്റെ രണാങ്കളത്തേക്ക് പോകുന്നതിന്റെ മുമ്പ് ആദ്യം പതാക കൊടുത്തത് ആരുടെ കയ്യിലാ? മഹാനായ സയ്യിദ് റളിയല്ലാഹുവിന്റെ കയ്യില്. ഈ പതാക നിലത്തി വീഴരുത്, ഈ പതാക നിലത്തി വീഴരുത്. ഞാൻ ഈ ചരിത്രം പൂർത്തിയാക്കി തരാം. ഈ ചരിത്രം ഞാൻ പറഞ്ഞതെന്തിനാണോ? ഫാത്തിമ ബീവിനെ മദീനത്തേക്ക് കൊണ്ടുവരാൻ സയ്യിദ് തങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ മുത്തുനബി വെറുതെ ഏൽപ്പിക്കൂല. വെറുതെ നമ്മളിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട സാധനം കൊണ്ടുവരാൻ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കോ? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും അങ്ങാടി കൂടെ അങ്ങനെ നടക്കണമെന്ന് ഏൽപ്പിക്കോ? കുറച്ച് ചങ്കൂറ്റല്ലോനെ, കുറച്ച് ഐഡിയ ഇല്ലോനൊക്കെ ഏൽപ്പിക്കുള്ളൂ. കുറച്ചൊക്കെ തരികിടൊക്കെ വേണമല്ലോ. ആ തരികിടല്ലേ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പൊ സയ്യിദ് റളിയല്ലാഹുവിനെ ഏൽപ്പിക്കണമെങ്കിൽ സയ്യിദ് റളിയല്ലാഹു ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യാത്ര പറഞ്ഞ് 3 സ്വഹാബത്തും പടിയിറങ്ങി. മദീന പള്ളിയിൽ നിന്ന് ആയുധങ്ങളില്ല, ഒന്നുമില്ല. അല്ലാഹ് സ്വഹാബത്ത് ചോദിച്ചു, സ്വഹാബാ, നാളെ നിങ്ങൾ മരിക്കാൻ പോകുന്ന ദിവസമല്ലേ സ്വഹാബാ? പേടിയുണ്ടോ സ്വഹാബാ? പേടിയുണ്ടോ സ്വഹാബാ? പേടിയുണ്ടോ സ്വഹാബാ? നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ. ഞങ്ങൾക്ക് പേടിയില്ല നബിയേ, ഞങ്ങൾക്ക് ഭയമില്ല നബിയേ, പേടിയില്ല റസൂലേ. തങ്ങളെ പറഞ്ഞതല്ലേ, തങ്ങളെ പറഞ്ഞതല്ലേ നബിയേ. 3 സ്വഹാബത്തും ഇറങ്ങുകയാണ്. മദീനയുടെ മണവാളൻ ഒരുപാട് മുത്തം കൊടുക്കുകയാണ്. ഇനി മുത്തു റസൂലുള്ളാഹിനെ കാണില്ലല്ലോ. പതാക ഏറ്റുവാങ്ങുന്ന സമയത്ത് സയ്യിദ് റളിയല്ലാഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. നബി തങ്ങൾ ചോദിച്ചു, എന്തേ സയ്യിദേ നീ കരയുന്നത് എന്തിനാ? മരണപ്പെടുമെന്ന് മുത്തു നബി പറഞ്ഞത് കൊണ്ട് കരയുകയാണോ? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആരെന്നറിയോ? പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മുത്തുനബിയുടെ മുന്നിൽ വന്ന് മുത്തുനബിയുടെ വളർത്തു മകനാണ് സയ്യിദ് ഇബ്നു ഹാരിസ. ആരംഭ റസൂലുള്ളാഹിന്റെ പോറ്റുമകനായി വളർന്ന മോനാ. പതാക പിടിച്ച് പോകുന്ന സമയത്ത് മഹാനവറുകളെ കണ്ണ് നിറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എന്തിനാ സയ്യിദേ നിങ്ങൾക്കറിയുന്നത് എന്തിനാ? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറയാണ്, തങ്ങളെ എനിക്ക് മരണം പേടിഞ്ഞായിട്ടല്ല നബിയേ, മരിക്കുമെന്നാലോചിച്ചിട്ടല്ല നബിയേ. ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ മൗത്തത്തിന്റെ രണാങ്കളത്തേക്കൊന്ന് ഇറങ്ങിയ നാളെ ഞാൻ മരിക്കുമെന്നല്ലേ തങ്ങളെ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലേ, നാളെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഈ പ്രകാശിക്കുന്ന പുന്നാര പൂമുഖം എനിക്ക് ഈ ദുനിയാവിൽ കാണാൻ കഴിയില്ലല്ലോ നബിയേ. എനിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാ ഞാൻ തങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് വല്ലാത്ത സമാധാനമാ. ഞാൻ അവിടത്തെ പോറ്റുമകനല്ലേ, എന്റെ ഉമ്മയില്ലാഞ്ഞിട്ടല്ലോ, എന്റെ ബാപ്പയില്ലാഞ്ഞിട്ടല്ലോ. നാട് വിട്ട് മക്കത്തെത്തിയ തങ്ങളുടെ വീട്ടിലെത്തിയ ഞാൻ, എന്റെ മാതാപിതാക്കൾ എന്നെ തിരഞ്ഞു വന്നതാണ് നബിയേ. എത്രയോ തവണ എന്റെ മാതാപിതാക്കൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചതാണ് തങ്ങളെ. പക്ഷേ അവരുടെ കൂടെ ഞാൻ തിരിച്ചു പോവാതെ തങ്ങളെ കൂടെ നിന്നത് തങ്ങളെ ഈ മുഖം കാണാനാ നബിയേ. ആ മുഖം കാണുമ്പോ മനസ്സിന് വലിയ സമാധാനമാണ് തങ്ങളെ. ആ മുഖം കാണുമ്പോ മനസ്സിന് വലിയ സമാധാനമാ തങ്ങളെ. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങള്, കണ്ണുനീരുകള്, പ്രതിസന്ധികള്, പ്രയാസങ്ങള്, കഷ്ടപ്പാടുകള്, ദുഃഖഭാരങ്ങള്, ആ പ്രകാശിക്കുന്ന പുന്നാര പൂമുഖം കാണുമ്പോ എല്ലാം അവിടുന്ന് മായുമായിരുന്നുവല്ലോ നബിയേ. ഇനി ഞാൻ നാളെ ശഹീദായി കഴിഞ്ഞാ പിന്നെ എനിക്ക് തങ്ങളെ കാണാ കഴിയൂലല്ലോ തങ്ങളെ. കരയണ്ട സയ്യിദേ, നാളെ ഞാനുണ്ടാകുമടാ. നാളെ പരലോകത്ത് നിന്റെ കൂടെ ഞാനുണ്ടാകും സയ്യിദേ. നാളെ പരലോകത്ത് നിന്റെ കൂടെ ഞാനുണ്ടാകും സയ്യിദേ. അവസാനത്തെ നോട്ടം മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് മദീന പള്ളിയിൽ കൂടെ നടന്ന, കൂടെ കിടന്ന് കളിച്ച് വളർന്ന സ്വഹാബത്തിനോട് ടാറ്റ കൊടുത്ത സലാം പറഞ്ഞ് സയ്യിദ് തങ്ങൾ പടിയിറങ്ങുകയാ. നാളെ മരിക്കുമെന്ന് മുത്തുനബി പറഞ്ഞ സ്വഹാബിയാ. ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ?
നാളെ നമ്മൾ മരിക്കുമെന്ന് പറഞ്ഞാ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തൂലേ? ഒരു രോഗം വന്നുകൊണ്ട് ഡോക്ടർമാർ ഒരു ദിവസം എങ്ങനെ ജീവിക്കുകയുള്ളൂ എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞാ പിന്നെ സങ്കടമായല്ലോ, പിന്നെ കണ്ണുനീരായല്ലോ, പിന്നെ പ്രയാസമായല്ലോ, പിന്നെ ഉറക്കില്ലാതെ ഭക്ഷണമില്ലാതെ നമ്മുടെ ജീവിതം അങ്ങനെ പോകൂലേ? സയ്യിദ് റളിയല്ലാഹു അൻഹു പതറിയില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ മഹാനവറുകൾ പറയുകയാണ്, ഞാനും റെഡിയാണ്. മൂന്നാമത്തെ സ്വഹാബി ഉണ്ടല്ലോ, ജഅഫർ റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരനാണ്. കല്യാണം കഴിഞ്ഞ സ്വഹാബിയാ, ചെറിയ മക്കളുള്ള സ്വഹാബിയാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ വീട്ടിലൊന്ന് പോയി വരാം, ഭാര്യയോട് സലാം പറഞ്ഞു വരാ. ഭാര്യയോട് അവസാനത്തെ യാത്ര പറയാൻ വേണ്ടി മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാൽ. ജഅഫർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു, മോളെ ഞാനിങ്ങനെ മൂത്തത്തേക്ക് പോവാണ്. മരിക്കുന്നൊന്നും മുത്തുനബി പറഞ്ഞതൊന്നും ജഅഫർ തങ്ങൾ പറഞ്ഞില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഭാര്യ വിടുവോ? അങ്ങനെ പറഞ്ഞപ്പോൾ ഭാര്യ വിടും. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ തന്നെ നമ്മളെ ഭാര്യ എന്താ പറയാ, നല്ലോണം നോക്കി പോണട്ടോ, കൊറോണയൊക്കെയാണ്, നല്ലോണം നോക്കി പോണട്ടോ എന്നാ പറയാം അല്ലേ? എന്റെ ഭാര്യ എന്നോട് ഇപ്പോഴും ഇപ്പൊ എന്താ പറയല്ലോ, നിങ്ങളിപ്പോ എങ്ങോട്ടും പോകണ്ടെന്നാ പറയല്ലേ? എങ്ങോട്ടും പോകണ്ട. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. എവിടെ ചെന്നാലും കൈയടിക്കാൻ ആളുണ്ടാവും, അല്ലെങ്കിൽ എവിടെ ചെന്നാലും ദുആവസിയത്തിന് ആളുണ്ടാവും. ഇപ്പൊ എങ്ങോട്ടും പോകണ്ടെന്നാ പറയല്ലേ? അത് ഭാര്യമാരുടെ സ്നേഹം കൊണ്ട് പറയണേ, വേറൊന്നും ഉണ്ടായിട്ട് പറയില്ല. ഉമ്മാരുടെ സ്നേഹം കൊണ്ട് പറയണം. ഉമ്മ നമ്മളെന്താ, നമ്മളിപ്പോ എത്ര വലിയ ആളാണെങ്കിലും ഉമ്മ നമ്മളെന്താ പറയാ, മോനെ നോക്കി പോകണട്ടോ, അല്ല നോക്കാതെ കണ്ണും പോലെ. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഉമ്മ നമ്മളോട് പറയുന്ന സ്നേഹം കൊണ്ടാണ്, ആ ഒരു സ്നേഹം കൊണ്ടാണ്, ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. അത് തിരിച്ചറിയാൻ പലർക്കും കഴിയുന്നില്ല, പലർക്കും അത് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ജഅഫർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചെന്നിട്ട് പറഞ്ഞപ്പോളെ ഞാൻ പോവാണ്. ജഅഫർ തങ്ങളെ മനസ്സ് പടക്കാണ്. കാരണം അത് ഇനി തിരിച്ചു വരവുണ്ടാകില്ല. പക്ഷെ അത് ഭാര്യനോട് പറയാൻ പറ്റൂല, പറഞ്ഞ പ്രശ്നമാണ്. അവസാനം ചെറിയ 3 മക്കളുണ്ട്. ആ 3 മക്കളോട് ടാറ്റ കൊടുത്ത് ഉമ്മ കൊടുത്ത് ജഅഫർ റളിയല്ലാഹു അൻഹു പടിയിറങ്ങി. സൽമ ബീബി റളിയല്ലാഹു അൻഹ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജഅഫർ തങ്ങളെ ഭാര്യ. അല്ലാഹുവേ, ഭാര്യയോടും മക്കളോടും ടാറ്റ കൊടുത്ത് സലാം പറഞ്ഞ് ജഅഫർ റളിയല്ലാഹു അൻഹു ഇറങ്ങി, പടിയിറങ്ങി. 3 സ്വഹാബത്ത് മുന്നിലാരാ? മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, ചങ്കൂറ്റമുള്ള സ്വഹാബി, ഫാത്തിമ ബീവിയെ മക്കത്ത് നിന്ന് മദീനത്തെത്തിച്ച സ്വഹാബി. ഈ ചരിത്രം കേട്ടങ്ങൾക്ക് തിരിയും എന്തിനാ ഉമർ തങ്ങളെ മറ്റൊരൊന്നും ഏൽപ്പിക്കാതെ അള്ളാന്റെ റസൂൽ ഫാത്തിമ ബീനെ സയ്യിദ് തങ്ങളെ ഏൽപ്പിച്ചതെന്നാ? ഫാത്തിമ ബീനെ മാത്രമല്ല ഏൽപ്പിച്ചത്, ഫാത്തിമ ബീവിനെ മാത്രമല്ല ഏൽപ്പിച്ചത്, ഫാത്തിമ ബീവിന്റെ ജ്യേഷ്ഠത്തിന്റെ സൈനബ ബീവി. ആ ചരിത്രം ഇൻഷാ അല്ലാഹ് വരുന്നുള്ളൂ. സൈനബ ബീവിനെയും മദീനത്ത് എത്തിച്ചതാരാ? സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ്. അത്രയും ചങ്കൂറ്റ. അപ്പൊ പതാക അങ്ങോട്ട് പിടിച്ച് മുന്നിൽ പോവുകയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. നടന്നു. ആദ്യം വരി വരിയായി സ്വഹാബ ഇങ്ങനെ നടന്നു. മുത്തുനബി കൊടുത്ത പതാക മുന്നിൽ പിടിച്ച് സയ്യിദ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് പോവാൻ. മൂത്തത്തിലെത്തി. ചരിത്രം ചുരുക്കി പറയണേ, മൂത്തത്തിലെത്തിയപ്പോൾ ആളുകൾ വളഞ്ഞു. സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളൊരു യുദ്ധത്തിന് വന്നതല്ല, ഒരു പ്രശ്നത്തിന് വന്നതല്ല. ഞങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഇവിടെ വന്ന് പ്രബോധനം നടത്തിയപ്പോൾ നിങ്ങൾ ആ സ്വഹാബത്തിനെ വധിച്ചു. ഞങ്ങൾ ആ സ്വഹാബത്തിന്റെ ഖബറൊക്കെ ഒന്ന് കാണട്ടെ, ഓലൊന്ന് സിയാറത്ത് ചെയ്യണം, അതിന് വേണ്ടി വന്നതാണ്, അതല്ലാതെ നിങ്ങളോട് ഒരിക്കലും യുദ്ധത്തിന് വന്നതല്ല. ഓല് പറഞ്ഞേ പറ്റൂല. ഇവിടുന്ന് നിങ്ങളെ സഹോദരങ്ങൾ വന്ന് അവർക്ക് എന്ത് അവസ്ഥ വന്നോ അതേ അവസ്ഥ നിങ്ങൾക്ക് വരും, അതേ അവസ്ഥ നിങ്ങൾക്ക് വരും. നിങ്ങൾ ഒരൊറ്റ ഇവിടുന്ന് തിരിച്ചു പോകൂല. സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരാള് അത് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് പറഞ്ഞു. അല്ല, ഒരൊറ്റ ഒന്നും തിരിച്ചു പോകൂല. അങ്ങനെ ശത്രുക്കൾ യുദ്ധത്തിനായിട്ട് ഇറങ്ങി. യുദ്ധം നടക്കുമെന്ന് ഉറപ്പാ. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സയ്യിദേ നിങ്ങൾ നാളെ ഷഹീദാകും. സയ്യിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അന്നൊരു നിയമമുണ്ട്. അത് ബദർ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഒരാള് അതിനോട് മല്ലിടാൻ പറ്റിയ ഒരാള് എതിർപക്ഷത്തു നിന്ന്, മുസ്ലിം ഭാഗത്തു നിന്ന് ഒരാള് എതിർപക്ഷത്തു നിന്ന് ഒരാള്, അങ്ങനെയാണ്. അല്ലാതെ ഇന്ന് കാണുന്ന പോലെ ഒന്നായിട്ട് മിസൈൽ ഇടുക, അത് വല്ലാത്തൊരു വളവാണ്. അതല്ല, യുദ്ധത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. 2 ഭാഗത്തുള്ള ആളുകളിൽ നിന്ന് മല്ലന്മാര് ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് സെയിം ആയ ഒരാൾ ഇറങ്ങണം. അങ്ങനെയാണ് യുദ്ധത്തിന്റെ നിയമം. അപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദ് റളിയല്ലാഹു അൻഹു ആദ്യ രണാങ്കളത്തിൽ ഇറങ്ങി. വലത് കയ്യിൽ പതാകയുണ്ട്, വേറൊന്നുമില്ല, ആയുധമൊന്നുമില്ല, പതാകയുമായിട്ട് ഇറങ്ങി. ശത്രുക്കളെ ഭാഗത്തുനിന്ന് ഒരാൾ ഇറങ്ങി.
രണ്ടുപേരും തമ്മിൽ യുദ്ധം നടങ്ങി. അല്ലാഹ് മഹാനരായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു മരണം മുന്നിൽ കണ്ടിട്ടുള്ള ഇറക്കമാണ്. മരണം മുന്നിൽ കണ്ടിട്ടുള്ള ഇറക്കമാണ്. ശുഹദാഗന്റെ പച്ചക്കോട്ടണിഞ്ഞെനിക്ക് സ്വർഗത്തിൽ പോവാമല്ലോ. ഒരു യുദ്ധം കരുതി പോയതല്ല, ഒരു യുദ്ധം കരുതി പോയതല്ല. അവര് നിരന്തരം സ്വഹാബത്തിനെ ആക്രമിച്ചപ്പോ അവസാനം ഗതിയില്ലാതെ ഇറങ്ങിയതാണ്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അല്ലാഹ് അപ്പോഴാണ് സയ്യിദ് റളിയല്ലാഹുവിന്റെ പെരടിക്ക് അങ്ങ് വെട്ടേൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഅ്തത്തിന്റെ രണാങ്കളത്തിൽ നിന്ന് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്ന അല്ലാഹ് സയ്യിദ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റുകൊണ്ട് പിടഞ്ഞു വീഴുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ പതാകയുണ്ടല്ലോ, ആ പതാക മുകളിലോട്ട് ഉയർത്തുകയാ. ആ പതാക നിലത്ത് വീഴുന്നതിന്റെ മുമ്പ് രണാങ്കളത്തെ കൂടി വരികയാണ് മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. പ്രായമുള്ള സ്വഹാബിയ, ശരീരത്തിന് ചെറിയ വിഷമമുള്ള സ്വഹാബിയ. പക്ഷേ മുത്തുനബി പറഞ്ഞ ഒരു വിഷമവും അവർക്കൊരു പ്രയാസമല്ലല്ലോ, ഒരു വേദനയും അവർക്കൊരു പ്രയാസമില്ലല്ലോ. ഒരു തലവേദന വരുമ്പോ പള്ളി ഒഴിവാകുന്ന ചെറുപ്പക്കാരാ, ഒരു ഊരവേദന വരുമ്പോ പള്ളി ഒഴിവാകുന്ന കൂട്ടുകാരാ, ശരീരത്തിന് തളർച്ച വരുമ്പോ ഇബാദത്ത് മുടക്കുന്നവരെ ചരിത്രങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളെ പോലെ ആരോഗ്യമുള്ള സ്വഹാബിയാ, നമ്മളെ പോലെ ചങ്കൂറ്റമുള്ള സ്വഹാബിയാ, നമ്മളെ പോലെ ആരോഗ്യമല്ല നൽകിയ സ്വഹാബിയല്ലേ. ശരീരത്തിന്റെ ക്ഷീണം വകവെക്കാതെ മുഅ്തത്തിന്റെ രണാങ്കളത്തേക്ക് പാഞ്ഞെടുത്തിട്ട് സയ്യിദ് ഇബ്നു ഹാരിസയുടെ കയ്യിൽ നിന്ന് പതാക പിടിച്ചു വാങ്ങുകയാ. പതാക വാങ്ങിയിട്ട് യുദ്ധം തുടരുകയാണ്. കൂടുതൽ സമയം അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രായമുള്ള സ്വഹാബിയല്ലേ. അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ പിരടിക്ക് വെട്ടേറ്റു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ സയ്യിദ് തങ്ങൾക്ക് പിറകെ അബ്ദുല്ലാഹി തങ്ങളും പിടഞ്ഞു വീഴുകയാ. അബ്ദുല്ലാഹി തങ്ങളെ നിലത്തി വീഴുമ്പോ അതാ പറവയെ പോലെ പാറി വരികയാ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ തങ്ങളെ രണാങ്കളത്തേക്ക് ഇറങ്ങുന്ന അല്ലാഹ് ഒരു പുലിക്കുട്ടിയെ പോലെ ജഅഫർ റളിയല്ലാഹു അൻഹു. ആരടാ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വധിച്ചു കളഞ്ഞവൻ ആരടാ എന്ന് പറഞ്ഞിട്ട് മുഅ്തത്തിന്റെ രണാങ്കളത്തേക്ക് ജഅഫർ റളിയല്ലാഹു അൻഹു പറന്നു വരികയാ. ചരിത്രം പറയുന്നുണ്ട് കൂട്ടുകാരെ, ജഅഫർ തങ്ങളെ രണാങ്കളത്തേക്ക് ഇറങ്ങിയപ്പോ രണാങ്കളും പൊടിക്കളമാവുകയാ. പക്ഷിമാനലോകത്തിലൂടെ പറക്കുന്നത് പോലെ, പറവകൾ പറക്കുന്നത് പോലെ ജഅഫർ തങ്ങൾ പറക്കുകയാണ്. നിലത്ത് നിൽക്കാതെ യുദ്ധം തന്നെ. ജഅഫർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ കയ്യിൽ നിന്ന് പതാക വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു കയ്യിൽ പതാകയുമായിട്ട് ജഅഫർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനല്ലേ, ആരോഗ്യമുള്ളവനല്ലേ, മസിൽ പവർ ഉള്ളവനല്ലേ, കപ്പാഷോട്ടർ ഉള്ളവനല്ലേ, നല്ല ബോഡിയുള്ളവരല്ലേ. ഒരുപാട് ശത്രുക്കളെ ആ രണാങ്കളത്തിൽ നിന്നുകൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹു വകവരുത്തുകയാ. ഒരാൾക്കും പിടികൊടുത്തില്ല. മുഅ്തത്തിന്റെ രണാങ്കളത്തിൽ ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞ് കെങ്കോമിട്ട് വന്ന ശത്രു കിങ്കരന്മാരെ ജഅഫർ റളിയല്ലാഹു അൻഹു തുരത്തി ഓടിക്കുകയാ. ആയുധങ്ങളില്ലാതെയാണ് ജഅഫർ തങ്ങൾ രണാങ്കളത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ എന്റെ എതിരെ ആക്രമിക്കാവുന്ന പ്രിയപ്പെട്ട ശത്രുവിനെ കീഴ്പ്പെടുത്തിയിട്ട് അവന്റെ ആയുധമെടുത്തിട്ടാണ് മറ്റുള്ളവരെയെല്ലാം പരാജയപ്പെടുത്തുന്നത്. ജഅഫർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് കുതിച്ചു പോകുമ്പോ അല്ലാഹ്
അല്ലാഹുവേ ശത്രുക്കളെല്ലാം പിന്മാറുകയാ. മുന്നിൽ വരാ പേടിയാ, ജാഫറിന്റെ മുന്നിൽ വരാ ശത്രുക്കൾക്ക് പേടിയാ. അങ്ങനെയാണ് ശത്രുക്കൾ മറഞ്ഞു നിന്നിട്ട് അമ്പ് ചെയ്യുകയാ. മുന്നിൽ വന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുമ്പ് വരാൻ ശത്രുക്കളെ ഭയക്കുന്നത് പോലെ ജാഫറിന്റെ മുമ്പ് വരാതെ രണാങ്കളത്തിന്റെ ഗ്രൗണ്ടിന്റെ ബൗണ്ടറിയുടെ അപ്പുറത്ത് പോയിട്ട് ഒളിഞ്ഞു നിന്നിട്ട് ജാഫർ തങ്ങളെ അമ്പ് നെയ്യുകയാ. അമ്പ് ചെയ്തപ്പോ ജാഫർ തങ്ങളെ വലത് കൈയിലേക്ക് അമ്പ് തുളച്ചു കയറുകയാ. സയ്യിദുൽ ബശർ എന്ന കിതാബിൽ ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജാഫർ റളിയല്ലാഹു അൻഹു കൈയിലേക്ക് അമ്പ് വന്നങ്ങ് തറച്ചപ്പോ ജാഫർ റളിയല്ലാഹു അൻഹു കൈയിനങ്ങ് മുറിവ് പറ്റുകയാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് ശത്രുക്കൾ ഓടി വന്നിട്ട് ജാഫർ തങ്ങളെ വലത് കൈയെന്നെ വെട്ടുകയാ. ഒരൊറ്റ വെട്ടിന് തന്നെ ജാഫർ തങ്ങളെ വലത് കൈയങ്ങ് നിലത്ത് വീണുപോയി. കണ്ടിട്ടില്ലേ നമ്മള് അങ്ങാടികളിലൂടെ നടന്നു പോകുമ്പോ ഒരു കൈയില്ലാത്ത ആളെ കണ്ടിട്ടില്ലേ നമ്മള്? റെയിൽവേ സ്റ്റേഷനിലൂടെ എത്രയെത്ര പാവപ്പെട്ടവരെയാണ് നമ്മളെ കാണുന്നത്. അങ്ങനെ സ്വന്തം കൈ നഷ്ടപ്പെട്ടിട്ട് ജാഫർ റളിയല്ലാഹു അൻഹു സ്വന്തം വലത് കൈ നിലത്ത് വീണപ്പോ ആ വലത് കൈ ശ്രദ്ധിക്കാതെ ജാഫർ തങ്ങൾ ശ്രദ്ധിച്ചത് എവിടെയാ? മുത്തുനബി കൊടുത്ത പതാകയുണ്ടല്ലോ, ആ പതാക ഇടത് കൈയിൽ പിടിച്ചിങ്ങനെ ഉയർത്തുകയാണ്. അല്ലാഹുവേ, പ്രതിരോധിക്കാൻ ജാഫർ തങ്ങൾക്ക് കഴിയുന്നില്ല. അവസാന ശത്രുക്കൾ ജാഫർ തങ്ങളെ വളയുകയാണ്. സ്വഹാബത്തിന് ഇറങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, സ്വഹാബ എത്ര പ്രതിസന്ധി വന്നാൽ യുദ്ധത്തിന്റെ നിയമം തെറ്റിക്കാൻ പാടില്ല സ്വഹാബ. യുദ്ധത്തിന്റെ നിയമോ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല സ്വഹാബ. ഒരുപാട് സ്വഹാബത്ത് കൂടെ വന്നിട്ടുണ്ടല്ലോ, എന്തേ അവർക്ക് ഇറങ്ങിക്കൂടി ഇറങ്ങിയിട്ട് ഫത്ഹാക്കാമായിരുന്നുവല്ലോ. പക്ഷേ ഇറങ്ങാത്തത് എന്താ? മുത്തുനബി പറഞ്ഞ ഒരൊറ്റ വാക്കിന് അടിയുറച്ചു നിന്നത് കൊണ്ടാ. ഉടനെ തന്നെ ശത്രുക്കൾ ജാഫർ റളിയല്ലാഹു അൻഹു വളയുകയാണ്. വളഞ്ഞുകൊണ്ട് ഇടത് കൈയിനെ വെട്ടുന്നു. മൂർച്ചയുള്ള വാളുകൊണ്ട് ഇടത് കൈയിന് വെട്ടേറ്റപ്പോ ഇടത് കൈയും അങ്ങ് നിലത്തേക്ക് വീണു പോകുന്നു. ആ രണ്ട് കൈയിന് വെട്ടേറ്റപ്പോ സയ്യിദുൽ ബശർ നമ്മോട് പറഞ്ഞു തരികയാണ്. സയ്യിദുൽ ബശർ എന്ന കിതാബ് നമ്മോട് പറഞ്ഞു തരികയാ. രണ്ട് കൈകളും ശ്രദ്ധിക്കാതെ ജാഫർ റളിയല്ലാഹു അൻഹു കാലുകൊണ്ട് ആ പതാക മുകളിലേട്ട് അങ്ങ് തട്ടുകയാണ്. അല്ലാഹുവേ, മലർന്നടിച്ച് രണാങ്കളത്ത് വീണ ജാഫർ റളിയല്ലാഹു അൻഹു രണ്ട് കാലുകളിൽ പതാക കൂട്ടിപ്പിടിച്ച് ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് വന്ന ശത്രുക്കള് തുരുതുരാ തുരുതുരാ വെട്ടുകയാ. അല്ലാഹുവേ, ഒരു പച്ച മനുഷ്യനെ ശത്രുക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാ. ഒരുപാട് വെട്ടുകള് മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹു ഏൽക്കുകയാണ്. അപ്പോഴും പതാക നിലത്ത് വീടില്ല. തന്റെ കാലുകൾ നഷ്ടപ്പെട്ടപ്പോ അവസാനം ജാഫർ റളിയല്ലാഹു അൻഹു തന്റെ അണപ്പല്ല് കൊണ്ട് പതാക കൂട്ടി പിടിക്കുകയാ. അല്ലാഹുവേ, ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. സയ്യിദുൽ ബശർ എന്ന കിതാബ് പറയുകയാ, 90ഓളം വെട്ടുകളാണ് പച്ച മനുഷ്യനായ ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ ശരീരത്തിൽ കൊണ്ടത്. ഒരു മുള്ള തറക്കുമ്പോ കാല് വേദനിക്കുന്ന ചെറുപ്പക്കാരാ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ഒന്ന് കത്തി തട്ടുമ്പോ ബ്ലഡ് വരുമ്പോ ഇഖാ എന്ന് സങ്കടത്തോടെ വിളിക്കുന്ന റമദാനിലാവിന്റെ മോളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറിയൊരു മുറിവ് പറ്റുമ്പോ വേദനിക്കുന്നവരല്ലേ നമ്മള്. നമുക്ക് മുമ്പേ പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വഹാബത്ത് അനുഭവിച്ച ത്യാഗമെത്രയാ ചെറുപ്പക്കാരാ, സ്വഹാബത്ത് അനുഭവിച്ച ത്യാഗമെത്രയാ കൂട്ടുകാരാ. മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുകയാ.
ജഅഫർ റളിയല്ലാഹു അൻഹു വെട്ടേറ്റങ്ങ് കിടന്നപ്പോ അതാ വരുന്ന മഹാനായ ഖാലിദ് ഇബ്നു വലീദ്. ആരാ ചെറുപ്പക്കാരാ ഖാലിദ് ഇബ്നു വലീദ് എന്നറിയോ? അല്ലാഹുവിന്റെ സിംഹം എന്ന പേര് മുത്തുനബി വിളിച്ച സ്വഹാബിയാണ് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ബിസ്മി ചൊല്ലിക്കൊണ്ട് വിഷം കുടിച്ച സ്വഹാബിയല്ലേ. അല്ലാഹുവിന്റെ നാമത്തില് ഞാനത് ചെയ്താൽ ഞാൻ മരിക്കൂല എന്ന വിശ്വാസത്തോടുകൂടെ മനസ്സിന്റെ അകത്തുള്ള വിശ്വാസം ബിസ്മി ചൊല്ലിയിട്ട് വിഷം കുടിച്ചിട്ട് മരിക്കാത്ത സ്വഹാബിയ മഹാനായ ഖാലിദ് ഇബ്നു വലീദ്. അത്രത്തോളം വലിയ വിശ്വാസമുള്ള സ്വഹാബിയാണ്. ആ പ്രിയപ്പെട്ട സ്വഹാബി രണാങ്കളത്തേക്ക് ഇറങ്ങി വരികയാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു രണാങ്കളത്തേക്ക് അങ്ങ് ഇറങ്ങിയപ്പോ പിന്നെ ഇറ്റങ്ങളൊന്നും കാണാനില്ല. സെയ്ദ് ഇബ്നു വലീദ് തങ്ങളെ സെയ്ദ് ഇബ്നു ഹാരിസാനെ വധിച്ച ശത്രുക്കള്, അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ വധിച്ച ശത്രുക്കളെ, ജഅഫർ ഇബ്നു അബീ താലിബിനെ തുണ്ടം തുണ്ടമാക്കി രണാങ്കളത്തിൽ വിതറിയവരെ, ആ പ്രിയപ്പെട്ട ശത്രുക്കള് ഖാലിദ് ഇബ്നു വലീദ് രണാങ്കളത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റൊന്നും കാണില്ല. അവിടെ ഒക്കെ മുങ്ങി. കാരണം എന്താ? ഖാലിദ് തങ്ങൾ ഇറങ്ങിയ വിവരം അറിയും. ഖാലിദ് തങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോ എല്ലാരും പോയി. എന്നാലും കുറച്ച് ആൾക്കാർ വീമ്പെടുത്ത് വന്നു. ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ അങ്ങ് ഫത്ഹാക്കി. ബദറിൽ മഹാനായ ഹംസത്തുൽ ഖറാർ തങ്ങൾ ഫത്ഹാക്കിയതുപോലെ ഇൻഷാ അല്ലാഹ് ബദർ വരുന്നുണ്ട്. ബദർ വരുന്നെന്ന് നമുക്കത് പറയാം. ബദറിൽ ഹംസ റളിയല്ലാഹു അൻഹു ഫത്ഹാക്കിയതുപോലെ മൂത്തത്തിന്റെ രണാങ്കളത്ത് പിന്നെ ഫത്ഹാക്കിയത് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അപ്പൊ ഈ മൂന്ന് സ്വഹാബത്തുണ്ട് അവിടെ. മൂന്ന് സ്വഹാബത്തിന്റെ മുമ്പിലേക്കും സ്വഹാബത്ത് ചെന്ന്, അപ്പോ വെള്ളം വേണം സ്വഹാബ, ഷഹീദാവാനായില്ലേ, മരിക്കാനായില്ലേ. അപ്പൊ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? എനിക്ക് വെള്ളം തരില്ലേ, കാരണം ഇന്നി സ്വായിമ, ഞാൻ നോമ്പുകാരനാണ്. അല്ലാഹ്, നോമ്പുകാരായിട്ടാണ് രണ്ടാങ്കളത്തേക്ക് ആ സ്വഹാബത്ത് ഇറങ്ങിയത്. അല്ലാഹുവേ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഒന്നിനും കൊള്ളാത്ത സാധുക്കളായ ഞങ്ങളെ, ഈ നോമ്പുകാരായ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളൊന്നും ഒരു പ്രയാസവും സഹിച്ചിട്ടില്ല അല്ലാഹ്. അവരെ എന്നാലും അവരെ ചരിത്രം പറയുന്നു, അവരെ മഹബത്ത് വെക്കുന്നു, അവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവേ, അവരുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാനെ, അവരുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി യുദ്ധം വിജയിച്ചു. ഞാൻ ഈ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നതിനാ. ഇവിടെ പതാക പിടിച്ച 3 സ്വഹാബത്ത്, നല്ലോണം പഠിച്ചോളി, പരീക്ഷയ്ക്ക് ചോദ്യം വരും. 3 സ്വഹാബത്ത്. ഒന്ന് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത്തെ പതാക പിടിച്ചത്. രണ്ടാമത്തെ പതാക പിടിച്ചത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. രണ്ടാമത്തെ പതാക പിടിച്ചത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മൂന്നാമത് പതാക പിടിച്ചത് ജഅഫർ റളിയല്ലാഹു അൻഹു. ഇവിടെ ആദ്യം പതാക പിടിച്ചാൻ ഏൽപ്പിച്ചത് ആരെയാ? മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസയാണ്. സെയ്ദ് ഇബ്നു ഹാരിസ എന്ന പുലിക്കുട്ടി. ആ പ്രിയപ്പെട്ട സ്വഹാബിയോടാണ്, സെയ്ദേ, എന്റെ ഫാത്തിമാക്ക് ഒരു പോറലും മേൽക്കാതെ നിങ്ങൾ മദീനത്ത് എത്തിക്കണം. അങ്ങനെ എത്തിച്ചല്ലോ. തടയാൻ വന്ന ഹുവൈരിസിനെ കീഴ്പ്പെടുത്തിയിട്ട് ഫാത്തിമ ബീവിയെ മദീനത്തേക്ക് എത്തിച്ചു. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെത്തിയപ്പോൾ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഹാരിസത്ത് ഇബ്നു നോമാൻ തങ്ങളാണ് അവർക്ക് താമസിക്കാനുള്ള വീടൊരുക്കി കൊടുത്തത്. ഹാരിസത്ത് ഇബ്നു നോമാൻ റളിയല്ലാഹു അൻഹു വലിയ ധർമ്മം ചെയ്യുന്ന സ്വഹാബിയാണ്. കുറെ വീടിന്റെ മഹാനവർകൾ മദീനത്ത്, ഒരുപാട് വീടുകൾ. പക്ഷെ ആ വീടുകളൊക്കെ പാവങ്ങൾക്ക് കൊടുക്കും. ഹാരിസത്ത് ഇബ്നു നോമാൻ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ പൊരുത്തം കിട്ടിയ സ്വഹാബിയാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നെ പറഞ്ഞുതരാം. പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ പറയുമ്പോൾ ഹാരിസത്ത് തങ്ങളെ ചരിത്രം പറഞ്ഞാൽ, ഹാരിസ് റളിയല്ലാഹു അൻഹു സ്വഭാവം അറിയാം. ഹാരിസ് റളിയല്ലാഹു അൻഹു ഇല്ല കാശൊക്കെ സ്വതക്ക കൊടുത്ത് നല്ല സ്വഹാബിയാണ്. അവസാനം കണ്ണ് കാണാതെയായപ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, വീടിന്റെ വാതിലിൽ ഒരു കയറ് കെട്ടിയിട്ട് അതിന്റെ മറ്റേ തല നേരെ മുറ്റത്ത് കെട്ടി. എന്നിട്ട് ആ കയറും പിടിച്ചിട്ട് ഇങ്ങനെ മുറ്റത്ത് കറങ്ങും. കണ്ണു കാണൂലല്ലോ. എന്തിന്? മുന്നിൽ വരുന്ന പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യാ. അങ്ങനെ സ്വതക്ക ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിയ സ്വഹാബിയാണ് മഹാനായ ഹാരിസത്ത് ഇബ്നു നോമാൻ റളിയല്ലാഹു അൻഹു. മാത്രമല്ല, ഹാരിസത്ത് ഇബ്നു നോമാൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂല് ഹാരിസത്ത് തങ്ങളെ സ്വർഗത്തിൽ നിന്ന് ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ആ ഒരു ഭാഗ്യം ഈ സ്വഹാബിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ? അത് ഉമ്മാന്റെ പൊരുത്താണ്. അതെങ്ങനെ ഉമ്മന്റെ പൊരുത്തം കിട്ടിയെന്നില്ല ഉമ്മന്റെ ചരിത്രം പറയുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരാണ്, ഞാൻ അവസാനിപ്പിക്കാണ്, സമയമായി തുടങ്ങി. അപ്പോ ഫാത്തിമ ബീവി മദീനത്തെത്തിയപ്പോ ഫാത്തിമ ബീവിക്ക് സന്തോഷമുണ്ട്, പക്ഷെ സങ്കടമുണ്ട്. കാരണം എന്താ? ഉമ്മ ഖദീജ ബീവി ഇവിടെ പറഞ്ഞു, ഉപ്പയാണ് ഇവിടെ ഉള്ളത്, സ്വന്തം നാട് വിട്ടു പോരാണ്. പ്രവാസ ലോകത്തേക്ക് നമ്മൾ പോയി അവിടെ ചെന്നപ്പോ 1 വർഷം കഴിഞ്ഞാലും നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം, ഭാര്യയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം. ഫോൺ വിളിക്കുമ്പോ നമ്മൾ നല്ല ചിരി ഉണ്ടാവും, പക്ഷെ മനസ്സ് മുഴുവൻ സങ്കടക്കാരം, മനസ്സ് മുഴുവൻ വിഷമയക്കാരം. ഫാത്തിമ ബീവിക്ക് മനസ്സ് വിഷമാക്കണം, കാരണം സ്വന്തം നാട്ടിൽ നിന്നല്ലേ പോകുന്നത്. പക്ഷെ മറ്റൊരു വിഷമം കൂടിയുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി സൈനബ ബീവി മക്കത്തല്ലത്. ഇനിയിപ്പോ മുത്തുനബിയും ഫാത്തിമ ബീവിയൊക്കെ മദീനത്ത് വന്ന് എന്റെ സൈനബിന് എന്തെങ്കിലും കാട്ടുവോ? ഫാത്തിമ ബീവിന്റെ കൂടെ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു ഇന്നലെ മദീനത്തേക്ക് വന്ന. ഏത് സഹോദരിയാണത്? ആർക്കും പറയാം, ഇവിടെയും പറയാം അവിടെയും പറയാം. ആർക്കും പറയാം. കേട്ടില്ല? റുഖിയ ബീവി റളിയല്ലാഹു അൻഹ അല്ല, ഉമ്മു കുൽസും. കമ്മോക്കാക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, മോന്റെ കല്യാണം അള്ളാഹു റാദിലാക്കി കൊടുക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു സന്തോഷം നൽകട്ടെ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ലൈവിൽ ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, മാഷാ അള്ളാഹ്, ഒരു നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ്. ഉമ്മു കുൽസു ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെത്തിയിട്ടുണ്ട്, ഓൾറെഡി മദീനത്തെത്തി. ഇനി ഉള്ളത് ആരാ? ഉമ്മു കുൽസു റളിയല്ലാഹു അൻഹ എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ഉള്ളത് ആരാ? മഹ്ദിയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ മുത്തുനബി ദീന് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഉമ്മു കുൽസു ബീവിനെ അവരുടെ ഭർത്താവ് തൊലാക്കിയല്ലേ. പിന്നെ ഉള്ളത് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മറുകക്ഷിയാണ്, അപ്പുറത്താണ്, മുസ്ലിം ആയിട്ടില്ല. അപ്പൊ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ മദീനത്തേക്ക് കൊണ്ടുവരണം, മദീനത്തേക്ക് വരണം, എന്റെ ഇത്താത്ത മദീനത്തെത്തിയാലേ എനിക്ക് സമാധാനം ഉള്ളൂ എന്ന് പറഞ്ഞു. ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ സൈനബ ബീബി റളിയല്ലാഹു അൻഹയെ മദീനത്തെത്താൻ വേണ്ടി മുത്തുനബി ഏൽപ്പിച്ചത് സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദേ, എന്റെ സൈനബാനെ നീ പോയി കൊണ്ടുവാ. പക്ഷെ മക്കത്തേക്ക് അങ്ങനെ ചെല്ലാൻ പറ്റൂല ഇനി. കാരണം എന്താ? ഓല് ആകെ ഫത്ഹായിരിക്കാണല്ലോ അവിടെ. ഓല് രാവും പകലും ഭക്ഷണമൊന്നും ഇല്ലാതെ കാത്തിരിക്കാം. മുത്തുനബി എന്തായാലും പോയി, ഫാത്തിമ ബീവിയും പോയി. ഇനി ആരെങ്കിലും ഒരാളെ കിട്ടാൻ വേണ്ടിയിരിക്കാണ്. ഏതായാലും കള്ളനേതായാലും കിട്ടിയില്ല, ഇനി കിട്ടിയാനെ പിടിച്ചിട്ടല്ലോ, ആരെങ്കിലും ഒരാളെ കിട്ടാൻ നിൽക്കുകയാണ്. അപ്പൊ സെയ്ദ് സൂക്ഷിച്ചു പോണം. സെയ്ദ് നീ ധൈര്യശാലിയാണ്, പക്ഷെ എങ്കിലും ബുദ്ധി കൂടി വേണം. വെറും ധൈര്യം ഉണ്ടായാൽ മതി, വെറും തണ്ടും തടി ഉണ്ടായാൽ പോരാ, നല്ല ബുദ്ധി വേണം. ബുദ്ധി വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ ആർക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആരെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ നല്ല ബുദ്ധി വേണം. അപ്പൊ ബുദ്ധി ഉപയോഗിച്ച് പോണം. അപ്പൊ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സൈനബ ബീവിയെ മക്കത്തുനിന്ന് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഡയറക്റ്റ് ചെന്നാ അവിടെ എന്തായാലും പ്രശ്നമാവും. ഇങ്ങോട്ടൊന്നും അടിച്ചാൽ ഞാൻ എന്തായാലും അങ്ങോട്ട് 2 കൊടുക്കും. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹു ആള്. അപ്പൊ സെയ്ദ് റളിയല്ലാഹു അൻഹു കിനാനി എന്ന് പറയുന്ന ആളെ വിഷയം ഏൽപ്പിച്ച്, കിനാനെ നീ പോയിട്ട് സൈനബിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ സൈനബ ബീവി റളിയല്ലാഹു അൻഹ ആണെങ്കിലോ ഗർഭിണിയാണ്. അപ്പോ സൈനബ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട മകളെ മദീനത്തേക്ക് എത്തിക്കുകയാണ്. ശത്രുക്കളെ നോക്കി നിൽക്കാണ്. സൈനബ് പോകുന്നുണ്ടോ? ഹിന്ദ് വന്ന് ചോദിച്ചു, എങ്ങട്ടാ സൈനബേ പോകുന്നേ? സൈനബ് ബീവി ഒന്നും പറഞ്ഞില്ല. കാരണം ഇതെങ്ങാനും ഫ്ലാഷ് ആയാലോ, ഞാൻ പോകുന്നത് എങ്ങനെ അറിഞ്ഞാലോ, ഗർഭിണിയാണ്. അങ്ങനെ പുറപ്പെട്ട് കിനാൻ എന്ന പ്രിയപ്പെട്ട ആ സഹോദരന്റെ കൂടെ സൈനബ ബീവി റളിയല്ലാഹു അൻഹ സെയ്ദ് തങ്ങളെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് ശത്രുക്കൾ വന്ന് തടഞ്ഞു. നിങ്ങളിപ്പോ പോകാൻ പറ്റൂല. കിനാനെ എതിർത്തു, പറ്റൂല, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, ഞാനത് ചെയ്തു കൊടുക്കും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കായി. പക്ഷെ ഈ പ്രിയപ്പെട്ട സഹോദരി മുത്തുനബിയുടെ മുത്തുമോൾ ഇവിടെ ഗർഭിണിയല്ലേ, പ്രസവത്തിന്റെ വേദന അനുഭവിക്കാൻ തുടങ്ങി. പാവം സൈനബ ബീവി റളിയല്ലാഹു അൻഹ ആ മണൽ മരുഭൂമിയിൽ കുഞ്ഞിന് ജന്മം നൽകി. അല്ലാഹുവേ, പ്രസവത്തിന്റെ വേദന അനുഭവിക്കുന്ന സഹോദരിമാർ, മഹദിമാരുടെ ചരിത്രങ്ങൾ പഠിക്കുക. നമ്മൾതൊന്നും ഒന്നുമല്ലാതെ ആവും. അല്ലാഹ് ലേബർ റൂമിൽ കിടക്കുന്ന സഹോദരിമാർക്കുള്ള സുഖപ്രസവം കൊടുക്കുക. ലേബർ റൂമിൽ AC ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ലേബർ റൂമിൽ AC ഉണ്ട്. സൈനബ ബീവി എവിടെ പ്രസവിച്ചേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതൊന്നും ആലോചിച്ചാൽ അതൊന്നും ഒന്നുമല്ല. എന്നാലോ അതെല്ലാം ആണല്ലോ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരിമാർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. പ്രസവത്തിന്റെ വേദന അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത് ഉസ്താദൊന്നും വാത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കാരണം അത്രത്തോളം വേദനയാണ് പ്രസവത്തിന്റെ വേദന. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഇത് പറയും
പറയുമ്പോൾ മക്കളില്ലാത്തവർക്ക് വിഷമമുണ്ടാവും. അള്ളാഹുവേ റമദാൻ കഴിയലോടെ ഉൽക്കനി മക്കളെ കൊടുക്കണേ അല്ലാ. പക്ഷെ ആലോചിക്കുന്നത് നല്ലതാണ്. എന്ത്? എന്റെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചത് എവിടെയാ? മരുഭൂമിയിൽ. ശത്രുക്കൾ തടഞ്ഞു വെച്ച് നിൽക്കാൻ പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞ ഉടനെ ഉമ്മയുടെ വിയോഗം താങ്ങാൻ കഴിയുന്നില്ല. ബാപ്പയാണെങ്കിലോ മദീനത്തുള്ളത്, പ്രിയപ്പെട്ട ഫാത്തിമയും മദീനത്താണുള്ളത്. പെങ്ങളെ, നിങ്ങൾ പ്രസവിക്കുമ്പോ ഭർത്താവ് ലേബർ റൂമിന്റെ പുറത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സമാധാനമാണ് അല്ലേ? ഭർത്താവ് ലേബർ റൂമിന്റെ പുറത്തായ മതി, അത് വലിയൊരു സമാധാനമാണ്. അല്ല, എന്റെ പുറത്തുണ്ടല്ലോ, എന്റെ അപ്പുറത്തുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയൊരു സമാധാനമാണ്. ലേബർ റൂമിൽ കിടക്കുന്ന പെണ്ണിന് നമ്മൾ സമാധാനം കൊടുക്കേണ്ടത്. പ്രസവം അടുത്ത ഒരു പെണ്ണിന് നമ്മൾ സമാധാനം കൊടുക്കേണ്ടത്. ഡോക്ടർമാരും സമാധാനമാണ് കൊടുക്കേണ്ടത്, നഴ്സുമാരും സമാധാനമാണ് കൊടുക്കേണ്ടത്, കൂടെ പോയവരും സമാധാനം കൊടുക്കേണ്ടത്. അല്ലാ, പ്രസവം എന്ന് പറഞ്ഞ അങ്ങനെ എങ്ങനെയാണ് ഓൾക്ക് പ്രഷർ കൂട്ടാൻ പാടില്ല. ഒരിക്കലും ഗർഭിണികളെ സങ്കടപ്പെടുത്തുന്ന വാർത്ത അതെന്ത് സിമ്പിളായിട്ട് റാഹത്തായി കഴിഞ്ഞോളും. അതങ്ങ് പറഞ്ഞാൽ അതങ്ങനെ കഴിയും ചെയ്യും. മറ്റെന്ത് ചെയ്യും? ഓലിങ്ങനെ ആലോചിച്ചിരിക്കും. അല്ല, ആദ്യത്തെ പ്രസവമാണെങ്കിൽ പ്രത്യേകിച്ച് അള്ളാഹുവേ എന്തപ്പതാകുക, അതിങ്ങനെ ആലോചിച്ച് അതെന്തൊക്കെയോ ആയി മാറും. പ്രഷർ കൂടി കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ്. പ്രസവിക്കുന്ന സമയത്ത് പെണ്ണിനൊരു പേടി വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് മാറണമ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. എല്ലാ ഗർഭിണികൾക്കും അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ. അപ്പൊ സൈനബ ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് പ്രസവിച്ചത് എന്ന് നമ്മളൊന്ന് ഓർക്കുക. അങ്ങനെ എന്ത് ചെയ്തു? സൈനബ ബീവിനെ മക്കത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി. കാരണം പ്രസവിച്ച് ഇപ്പൊ ഈ സമയത്ത് മദീനത്ത് കൊണ്ടുപോകാൻ പറ്റൂല, കുറേ പോവണല്ലോ. അങ്ങനെ മക്കത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ മക്കയിൽ താമസിച്ച് ഭർത്താവിന്റെ കൂടെ അവിടെ തന്നെ നിന്ന് ആരോഗ്യമൊക്കെ വീണ്ടെടുത്തതിന് ശേഷം അല്ലാഹുവേ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോവുകയാണ്. സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോവുകയാണ് മദീനയിലേക്ക് കൊണ്ടുപോകുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു മക്കയുടെ ബൗണ്ടറിയിൽ വന്ന് കാത്തു നിന്നു. അപ്പോഴും ശത്രുക്കൾ വന്ന് തടഞ്ഞു. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട മക്കളെ, വേണ്ട, ഞാൻ എല്ലാത്തിനും കൂടി തയ്യാറായി വന്നവനാ. എന്റെ സൈനബിന്റെ ശരീരത്തിലെങ്ങാനും നിങ്ങളെ തൊട്ടാ മക്കക്കാരെ, വിവരമറിയും മക്കക്കാരെ, ഞങ്ങൾ നിങ്ങളോട് ഒന്നിനും വരുന്നില്ല. എന്റെ സൈനബിനെ ഞാൻ മദീനത്തെത്തിക്കാൻ പോവാണ്. അത് തടയാ വന്നവനെ വകവരുത്തും നിങ്ങള്. അത് തടയാ വന്ന ഞങ്ങള് വെറുതെ നിൽക്കൂല. സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ കുരുത്തം കിട്ടിയ സ്വഹാബിയാൻ. ആ പ്രിയപ്പെട്ട സ്വഹാബി അങ്ങ് പറഞ്ഞപ്പോ ഒരു ഉമ്മ പറ്റാൻ കുട്ടിയും അങ്ങ് മുന്നോട്ട് വന്നില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ മദീനത്തേക്ക് കൊണ്ടുപോവുകയാണ്. മദീനയിലേക്ക് സൈനബ ബീവി വരുന്ന രംഗമുണ്ടല്ലോ. ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറഞ്ഞു. എന്റെ ഇത്താത്ത വന്നല്ലോ. എന്റെ ഉമ്മയില്ലാത്ത ലോകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരിയെ എനിക്ക് കൂട്ടിന് കിട്ടിയല്ലോ. വർഷങ്ങൾ കഴിഞ്ഞ പ്രവാസ ലോകത്തിൽ നിന്ന് തിരിച്ചു വരുന്ന നമ്മുടെ ഭർത്താവിനെ കാണുമ്പോ എത്രത്തോളം സന്തോഷമുണ്ട് പെങ്ങളെ. നിങ്ങൾ ഭാര്യയെ കാണുമ്പോ എത്ര സന്തോഷമുണ്ട് ചെറുപ്പക്കാരാ. അതിലേറെ വലിയ സന്തോഷമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ എത്തിയപ്പോ മുത്തുനബി അണച്ചു പിടിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. മദീന മദീന മദീന. ആ മദീനയിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വളരുകയാണ്. നല്ല മോളായി വളരുകയാണ്, നല്ല ഒരു മോളായി വളരുകയാ. മക്കയിലെ പോലെയല്ലല്ലോ മദീനയിലെ. മദീനക്കാരി എന്ത് ചെയ്യാ തയ്യാറാ? യാ റസൂലല്ലാഹ്, ഈ മദീന നിങ്ങൾക്ക് സ്വർഗമാണ് നബിയേ. വീട് വേണോ നബിയേ? വെള്ളം വേണോ നബിയേ? പണം വേണോ നബിയേ? പഴങ്ങൾ വേണോ നബിയേ? എന്തും ഞങ്ങൾ തരാ തയ്യാറാണ് തങ്ങളെ. മദീന 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 ഇഷ്ടം
മദീന എന്നിഷ്കോ മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന എന്നിഷ്കോ മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന ആ മദീനയിലെ ഞങ്ങളെ എത്തിക്കണേ അല്ലാ ആ മദീനയിലെ മക്കയും മദീനയും കാണാ നീ തൗഫീഖ് നൽകണേ അല്ലാ അങ്ങനെ പ്രിയപ്പെട്ടവരെ മദീനയിലെത്തി അൽഹംദുലില്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു വിഷമവുമില്ലാതെ വളർന്നു ഉമ്മയില്ലാത്ത സങ്കടം മറിയാതെ പ്രിയപ്പെട്ട ഉപ്പ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ വളർത്തി അങ്ങനെ അൽഹംദുലില്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വളർന്ന് വലുതായി 18 വയസ്സായി അങ്ങനെയാണ് ഫാത്തിമ ബീവിക്ക് കല്യാണം വരുന്നത് ഇൻഷാ അല്ലാഹ് ഫാത്തിമ ബീവിയുടെ കല്യാണം ആദ്യം ആരാണ് ഫാത്തിമ ബീവിയെ ചോദിച്ചത് ആർക്കാണ് ഫാത്തിമ ബീവിയെ കൊടുത്തത് ആരാണ് ഫാത്തിമ ബീവിയെ ഇന്നാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് ചരിത്രങ്ങൾ വരുന്നുണ്ട് നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം തറാവി കഴിഞ്ഞ ഉടനെ വെള്ളിയാഴ്ച രാവാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അല്ലാഹുവേ ഖദീജ ബീവിയുടെ ആണ്ടിന്റെ ദിവസമായെന്ന് റമളാൻ നിലാവിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഫാത്തിഹ ഓതി ഖലാസ് സൂറത്ത് ഓതി ഫാത്തിമ ബീവിയുടെ ചരിത്രം പറഞ്ഞു മണിക്കൂറുകൾ ചെലവഴിച്ചത് നിന്റെ ദീനിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹ് ഞങ്ങൾ ഈ ചരിത്രങ്ങളെല്ലാം പഠിച്ചെടുത്ത് പറയുന്നു കേൾക്കുമ്പോ മനസ്സ് കോരിത്തരിക്കുന്നു കണ്ണുനീര് വരുന്നു മനസ്സിലേക്ക് സ്വഹാബത്തിനെ കുറിച്ചിട്ടുള്ള ചിന്ത വരുന്നു എല്ലാം ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ് അത് കാരണം ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് തെറ്റുകളൊക്കെ പൊറുക്കണേ അല്ലാഹ് രോഗങ്ങളെല്ലാം ശിഫയാക്കണേ അല്ലാഹ് കടങ്ങളെല്ലാം വീട്ടണേ അല്ലാഹ് കല്യാണങ്ങളെല്ലാം ശരിയാക്കണേ അല്ലാഹ് സ്വാലിഹായ മക്കളെ തരണേ അല്ലാഹ് സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ് വീട് കൊടുക്കണേ അല്ലാഹ് വഴി കൊടുക്കണേ അല്ലാഹ് സ്ഥലം കൊടുക്കണേ അല്ലാഹ് വെള്ളം നൽകണേ അല്ലാഹ് ജോലി നൽകണേ അല്ലാഹ് ബിസിനസ്സും കച്ചടവും എല്ലാം നീ ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ് അസുഖങ്ങൾ ചെറുതും വലുതും നീ ശിഫയാക്കണേ അല്ലാഹ് നീ ശിഫയാക്കണേ അല്ലാഹ് ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകളുണ്ട് റബ്ബേ അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ അല്ലാഹുവേ ഇന്നലെ ഒരു ചെറിയ മോളെ കണ്ടു ആ മോളെ വായിന്റെ ഉള്ളിലൊരു ഹോൾസ് ഉണ്ട് അല്ലാഹ് നമ്മളെ ഭക്ഷണം കഴിക്കുന്ന ഹോൾസ് പോലെയല്ല വേറെ ഒരു ഹോൾസ് ഉണ്ട് ആ ഹോൾസ് അടക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷനാണ് 25-ാം തീയതി റബ്ബേ നീ അത് വിജയിപ്പിക്കണേ റഹ്മാനേ വലിയ വിഷമമുള്ള ഓപ്പറേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്ന ഡോക്ടർമാർക്ക് നല്ല രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖും ഹിമ്മത്തും കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ രോഗികളെ ഓപ്പറേഷൻ ചെയ്യുന്നതും പരിചരിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാര് റബ്ബേ നീ അവർക്ക് നല്ല ധൈര്യവും കരുത്തും പകരണം റഹ്മാനേ രോഗികളെയെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനേ ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ് റമദാൻ നിലാവിൽ ആമീൻ പറയുന്നുണ്ടോ അല്ലാഹുവേ അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്ക് അല്ലാഹ് നീ ഹാസിലാക്ക് അല്ലാഹ് അവരുടെ മനസ്സിലുള്ള നിയത്തുകളെല്ലാം
നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തുള്ള വെള്ളമാക്കുക അല്ലാ, ശിഫയുള്ള വെള്ളമാക്കുക അല്ലാ, ശിഫയുള്ള വെള്ളമാക്കുക അല്ലാ, ശിഫയുള്ള വെള്ളമാക്കുക അല്ലാ. അതിലൂടെ സമാധാനം തരണേ അല്ലാ. അറിവിന്നിലാവ കേൾക്കുന്ന വീടുകൾ ബറക്കത്തുള്ള വീടാക്കണേ അല്ലാ. ഇന്ന് രാവിലെ മഅദിനിൽ റമദാൻ പ്രഭാഷണത്തിന് പോയപ്പോ ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് ഉപ്പമാർ, ഉമ്മമാർ, ചെറുപ്പക്കാർ, സഹോദരിമാർ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് അല്ലാ. ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന റമദാൻ നിലാവിൽ വച്ച് എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. എല്ലാം ഏറ്റെടുത്ത് നീ പരിഹാരം കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട എൻ്റെ ഉമ്മ ഖബറിലാണ്, സ്വർഗം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ പ്രോഗ്രാം കാണുന്നവരുടെ മാതാപിതാക്കൾ, അബ്ബാസ് ഖാനെ, കുഞ്ഞാപ്പാക്കാനൊക്കെ മാതാപിതാക്കളടക്കം ഈ പ്രോഗ്രാമിൽ ലൈവായി വന്ന് പങ്കെടുത്തവര്, അല്ലാ നാട്ടുകാർ, ഈ നാട്ടിൽ നിന്നും മഹലിൽ നിന്നും മരിച്ചുപോയവര്, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ, റമദാൻ നിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, അല്ലാ വളാഞ്ചേരിയിൽ മരണപ്പെട്ട ആ പ്രിയപ്പെട്ട പൊന്നുമോൻ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ റമദാൻ നിലാവും അറിവിൻ നിലാവും കേട്ട പൊന്നുമോളാ ഉസ്താദേ. ആ പൊന്നുമോൾ ഒരുപാട് ആളുകൾക്ക് റമദാൻ നിലാവിന്റെ ലിങ്കുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഉസ്താദ് മനസ്സറിഞ്ഞെന്ന് ദ്വാരിക്കണേ എന്ന് വളാഞ്ചേരിയിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, കൂട്ടുകാർ, നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനേ. ലക്ഷക്കണക്കിന് ആളുകൾ റമദാൻ നിലാവിലൂടെ ആമീൻ പറയുന്നതിന്റെ പ്രതിഫലം ആ മോളെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. പ്രവാസ ലോകത്ത് ജോലിക്ക് പോയതാണ്, വീടെന്ന സ്വപ്നം, ഭാര്യ മക്കളെന്ന സ്വപ്നം, ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പറന്നുപോയി. രോഗം വന്ന്, അറ്റാക്ക് വന്ന്, വിധി വന്നാൽ ഇവിടം വിട്ട് പോവേണ്ടവരാണല്ലോ. ഗൾഫ് രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലും ഞങ്ങളെ പ്രവാസികൾ മരിച്ചു കിടക്കുന്നുണ്ട്. ഒന്ന് സിയാറത്ത് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് അവരെ കഴിയുന്നില്ല. അറിവിൻ നിലാവിനെ അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. വിശാലമാക്കണേ റഹ്മാനേ. കൊറോണ വന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങളുണ്ട്, ശുഹദാഇന്റെ പ്രതിഫലം കൊടുക്ക റബ്ബേ. പോസിറ്റീവുകളെല്ലാം നെഗറ്റീവാക്കണേ അല്ലാ. അല്ലാ, ഇന്ന് അറിവിൻ നിലാവ് നടക്കുന്ന അബ്ബാസ് ഖാന്റെ വീട്, എല്ലാ ദിവസവും നടക്കുന്ന എന്റെ ഭാര്യയുടെ വീട്, ഇത് കേൾക്കുന്ന വീടുകൾ, അറിവിൻ നിലാവിന്റെ കുടുംബങ്ങൾക്ക് റഹ്മത്ത് നൽകണേ റഹ്മാനേ. അറിവിൻ നിലാവ് കേൾക്കുന്ന വീടുകൾ, വാഹനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ അല്ലാ ബറക്കത്തുള്ളതാക്കണേ അല്ലാ. റഹ്മത്തിന്റെ മലക്കുകളെ കാവലുള്ളതാക്കണേ അല്ലാ. ആരുമില്ലാത്തവർക്ക് മജ്ലിസ് ഒരു സമാധാനമാക്കണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം മജ്ലിസിലൂടെ നീ പരിഹരിക്കണേ അല്ലാ. മുസ്ലിമിനും അമുസ്ലിമിനും മജ്ലിസ് ഒരു സമാധാനമാക്ക റബ്ബേ. ഞങ്ങൾ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. കമന്റിലൂടെ നിരന്തരം ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരെ, സംഭാവനകൾ തന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവര്, അല്ലാഹുവേ എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇന്ന് മഗ്രിബോടുകൂടി റഹ്മത്തിന്റെ 10 ഞങ്ങളോട് യാത്ര പറയുകയാണ് അല്ലാ. ആ റഹ്മത്തിന്റെ വിജയം ലഭിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അല്ലാ. ലക്ഷക്കണക്കിന് ആളുകളാണ് റബ്ബേ ഓൺലൈനിലുള്ളത്. നെറ്റ് പോയിട്ടും വീണ്ടും തിരിച്ചു വന്നവരാണ് ഈ മുഅ്മിനീങ്ങളെ. ജനലക്ഷങ്ങളാണ് ഞങ്ങളെ കൂടെ ആമീൻ പറയുന്നത്. അവർക്കെല്ലാം നിന്റെ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. അറിവിൻ നിലാവിന്റെ ഹാദിമീങ്ങൾ, എഡിറ്റർമാർ എല്ലാവരിലും നീ
ബറക്കത്തും റഹ്മത്തും വാരിക്കോരി കൊടുക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ മുഅ്മിനീങ്ങളിലെല്ലാം നീ ബറക്കത്ത് നൽകു അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ഖത്തറിലുള്ള കരീം സുഖമില്ലാതെ കിടക്കാണ്. ഹമീദിച്ച പ്രത്യേകം ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ചങ്ങാനി സിദ്ധിയാക്ക റബ്ബേ, റമളാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബിയുൽ അവ്വലിൻ നിലാവേ റഹ്മത്തായ തിങ്കൾ തെളിവേ രാക്കിളി പാടും മദഹ് രാഗാതമാകും തെളിവേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അമ്പരം താണ്ടിയ നൂറേ അമ്പിളി പീളർത്തിയ ഖൈറേ അമ്പവൻ അംദ്യാ റസൂലേ അംബർ വാമിക്കും ഹബീബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മുൽ ഖുറായിലെ പൂവേ ഉമ്മത്തിൽ ആശാമലേരേ. ഉമ്മുൽ ഖുറായിലെ പൂവേ ഉമ്മത്തിന് ആശാമലേരേ. ഉത്തമ ഹാശിം ദരീവേ ഉമ്മ ആമിനത്തൻ്റെ മോനെ. ഉത്തമ ഹാശിം കബീലേ ഉമ്മ ആമിനത്തൻ്റെ മോനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈഖുനാ മടവൂരിനാലേ കാവലേ റബ്ബന. ശൈഖുനാ മടവൂരിനാലേ കാവലേ റബ്ബന. റമളാനിലാവിൻ കുടുംബം അറിവിൻ നീലാവിൻ കുടുംബം എന്നും റാഹ നൽകിടേണേ എന്നും റാഹ ചൊരിഞ്ഞിടേണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
صلوا وسلموا على النبي اللهم صل وسلم وبارك عليه. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. എല്ലാവരോടും ദുആ വസിയത്തോടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.